بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട ജലീൽ സഖാഫി ഉസ്താദ്, കൂട്ടുകാർ, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഉസൂലും ഫുറൂഉം അഹ്ലുസുന്നയുടെ ഇൽമിയായ മൻഹജ് അല്ലെങ്കിൽ പ്രമാണ വായനയിലെ രീതിശാസ്ത്രം. അഹ്ലുസുന്നത്തി വൽ ജമാഅ നമുക്കറിയാം, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കുന്ന, രണ്ടാലൊരു വിശ്വാസശാസ്ത്ര വഴികൾ അശ്അരി മാതുരിദി ത്വരീഖത്ത് സ്വീകരിക്കുന്ന ആളുകളാരോ അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇവർ ഏത് രീതിശാസ്ത്രമനുസരിച്ചാണ് പ്രമാണവായനകൾ നടത്തുന്നത്, ദീനിയായ അദില്ലത്തുകളെ സമീപിക്കുന്നത് എന്നതാണ് നമ്മുടെ ചർച്ചയുടെ കാതൽ. അഹ്ലുസുന്നക്ക് ഉസൂലും ഫുറൂഉമുണ്ട്. ഉസൂലിലും ഫുറൂഇലും ഏത് രീതിശാസ്ത്രമാണ് പ്രമാണങ്ങളെ വിശകലനം നടത്തുന്നതിനും അറിവ് ആർജിക്കുന്നതിനും അഹ്ലുസുന്ന സ്വീകരിക്കുന്നത് എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ഉസ്താദിനോട് ഒരു ചർച്ച ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഉസ്താദ് ഇൻഷാ അല്ലാഹ് വിഷയത്തിൽ വിശാലമായി തന്നെ പ്രതികരിക്കും. അപ്പോൾ നമുക്കറിയാനുള്ള വിഷയം അഹ്ലുസുന്നയുടെ ഉസൂലിലും ഫുറൂഇലുമുള്ള മൻഹജ് എന്താണ്, എന്ത് വ്യത്യാസമാണ് അതിൽ രണ്ടിലും ഉള്ളത്. ഉസ്താദ് ഇൻഷാ അല്ലാഹ് പ്രതികരിക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ചില വിഷയങ്ങളാണ് ഇവിടെ അന്വേഷിക്കപ്പെടുന്നതും നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതും. അഹ്ലുസുന്നയുടെ മൻഹജ്, പ്രമാണ രീതികൾ, വിശ്വാസപരമായ കാര്യങ്ങളിലും കർമ്മപരമായ കാര്യങ്ങളിലും ഒന്നാണോ, അല്ലാതെ തമ്മിൽ വ്യത്യാസമുണ്ടോ? മറുപടി തുടങ്ങാൻ, അതേ വ്യത്യാസമുണ്ട്. ദീനുൽ ഇസ്ലാമിലും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉസൂലും ഫുറൂഉം ഉണ്ട്. ഉസൂലിൻ്റെയും ഫുറൂഇൻ്റെയും പ്രമാണങ്ങൾ, മൻഹജ് ഒരേ രൂപത്തിൽ അല്ല. നമുക്കറിയാം, ഏറ്റവും മർമ്മം, കർമ്മത്തേക്കാൾ മർമ്മം, ഫുറൂഇനേക്കാൾ പ്രാധാന്യം ഉസൂലുകൾക്കാണല്ലോ. ആ പ്രയോഗങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ അതിൽ ശറഉൽ അഖായിദ് പോലെയുള്ള കിതാബുകളുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത് കാണാം, മിൻഹാ മാ യതഅല്ലഖു ബിൽ ഇഅ്തിഖാദി തുസമ്മ അസ്ലിയ വ ഇഅ്തിഖാദിയ വമിൻഹാ മാ യതഅല്ലഖു ബി കൈഫിയത്തിൽ അമലി തുസമ്മ അമലിയ വ ഫർഇയ. ആദ്യമായി പറയാനുള്ളത്, വിശ്വാസപരമായ മർമ്മമായ ഭാഗങ്ങൾ ഖത്ഇയാണ്, ഖണ്ഡിതമായ പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട സംഗതികൾ ആണ്. ഇപ്പോൾ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം, ഈമാന് കുഫർ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം, മൗലിക വിശ്വാസങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇസ്ലാമിലെ മൗലിക വിശ്വാസങ്ങൾ, നമ്മുടെ മുത്താലിങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ ഉസൂലുൽ മുഅ്തഖദാത്ത്, അത് ഖത്ഇയായ പ്രമാണങ്ങളിലൂടെ തന്നെ സ്ഥിരപ്പെട്ടതാണ്. അവിടെ
ലെന്ന് പോരാ, 100-ൽ 100 യഖീന് ദൃഢവിശ്വാസം തന്നെ ആവശ്യമാണ്. ഇങ്ങനെ ഈമാനിൻ്റെയും കുഫറിൻ്റെയും നിർവചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അവിടെ ആ വിഷയം ബോധ്യപ്പെടും. ഈമാനിനെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിർവചിക്കപ്പെട്ടത് തസ്ദീഖുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീമാ ഉലിമ മജീഉഹു ബിഹി മിനല്ലാഹി ബില്ലറൂറ. കുഫറിൻ്റെ നിർവചനവും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. അദമു തസ്ദീഖുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ തക്ദീബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഷൈഇൻ മിമ്മാ ഉലിമ മജീഉഹു മിനല്ലാഹി ബില്ലറൂറ. ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ ഈമാനിൻ്റെയും കുഫറിൻ്റെയും നിർവചനങ്ങളിൽ ബില്ലറൂറ എന്ന ഒരു നിർബന്ധമായ ഉപാധിയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളാണെന്ന് കൃത്യമായും വ്യക്തമായും അനിഷേധ്യമായ രൂപത്തിൽ അറിയപ്പെട്ട സർവ്വ കാര്യങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യമാണ് പറഞ്ഞിട്ടുള്ളത്, അത് സത്യമാണ് എന്ന വിശ്വാസമാണ് ഈമാൻ. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ് എന്ന് കൃത്യമായും വ്യക്തമായും ഖണ്ഡിതമായും സ്ഥിരപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ തസ്ദീഖ് ഇല്ലാതിരിക്കലാണ് കുഫർ. ഇപ്പോൾ ഈമാനിൻ്റെയും കുഫറിൻ്റെയും നിർവചനങ്ങളിൽ ബില്ലറൂറ എന്ന ഒരു ഉപാധിയുണ്ട്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനായി പഠിപ്പിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ ലറൂറത്തൻ എന്ന നിലക്ക്, ലറൂറത്തൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാരെന്നോ പണ്ഡിതരെന്നോ വ്യത്യാസമില്ലാത്ത വിധത്തിൽ എന്ന് പറയുമ്പോൾ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു ഫത്താവൽ ഹദീസിൽ അത് ഒന്നും കൂടി വിശദീകരിക്കുന്നത് കാണാം. അതിൽ തന്നെ 2 ഇനമുണ്ട്. ഒന്ന്, എല്ലാവർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ആർക്കും നിഷേധിക്കാനോ കഴിയാത്തവർ എല്ലാവർക്കും വളരെ ലളിതമായി അറിയാവുന്ന സംഗതിയാണ്. ചിലത് മൻ മാറസൽ ഇസ്ലാമിനെ അടുത്തറിയാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ, ഇസ്ലാം പഠിക്കുന്ന ഏതൊരാൾക്കും അങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ. മിൻ വൈരി തഫ്രീഖത്തിൻ ബൈനൽ ഖവാസി വൽ അവാമി, സാധാരണക്കാരെന്നോ അല്ലാത്തവരെന്നോ പണ്ഡിതരെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലാത്ത വിധം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്ന അനിഷേധ്യമായി ഇസ്ലാമിൽ അങ്ങനെയാണ് എന്ന് അനിഷേധ്യമായി അറിയപ്പെടുന്ന സംഗതികൾ, ഇതാണ് ബില്ലറൂറ അറിയപ്പെട്ടത് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്ക് അർത്ഥം പറയുമ്പോൾ കൃത്യമായി വ്യക്തമായി അനിഷേധ്യമായി എന്നൊക്കെ പറയാം. ഈ കാര്യങ്ങൾ മാത്രമാണ് ഈമാൻ കുഫറിൻ്റെ വേർതിരിവിൽ പരിഗണിക്കപ്പെടുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിൽ ബില്ലറൂറ അറിയപ്പെട്ട സർവ്വ കാര്യങ്ങളും ഒരാൾ വിശ്വസിക്കുന്നതോടുകൂടി അവൻ മുസ്ലിം ആയി. അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ വിശ്വാസമില്ലാതെ വന്നാൽ കുഫറും വരും. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ അൽ ബഖറ സൂറത്തിൽ ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ, ഖുർആനിൽ കുഫർ പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ട ആയത്ത്. അവിടെ ഈ കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നുണ്ട്. ദീനിൽ ബില്ലറൂറ അറിയപ്പെട്ട കാര്യങ്ങളുണ്ട്, ബിത്വരീഖിൽ ആഹാദ് അറിയപ്പെട്ട സംഗതികളുണ്ട്, ബിത്വരീഖിൽ ഇസ്തിദ്ലാൽ അറിയപ്പെട്ട സംഗതികളുണ്ട്. ഇതിൽ ബില്ലറൂറ അറിയപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈമാൻ കുഫറിൻ്റെ വേർതിരിവ്. മുസ്ലിങ്ങളല്ലാത്തവർ എന്ന വേർതിരിവ് അവിടെയാണ്. അവിടെ 2 വിശ്വാസം വന്നാൽ 2ഉം കൂടി ഇസ്ലാം അംഗീകരിക്കില്ല. ഒന്ന് മുസ്ലിമാണ്, മറ്റേ വിശ്വസിക്കുന്ന ആൾ മുസ്ലിം അല്ല. പ്രാമാണിക രീതിയിൽ നമ്മുടെ ഇസ്ലാമിക രൂപത്തിൽ പറയുമ്പോൾ ഒന്ന് ഖുലൂദും ഫിൽ ജന്നയാണെങ്കിൽ മറ്റേത് ഖുലൂദും ഫിന്നാർ ആണ്. ഇവിടെ ഈ അടിസ്ഥാനപരമായ വിശ്വാസകാര്യങ്ങൾ ഒരാൾ മുസ്ലിം ആവാൻ എന്ത് വിശ്വസിക്കണം എന്നത് ഇസ്ലാം പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇസ്ലാം ഇന്നതാണ് ആ വിഷയത്തിൽ പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്ന രൂപത്തിൽ അതിവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആ മൗലിക വിശ്വാസങ്ങളിൽ പ്രമാണങ്ങൾ
ഖത്ഇയായ ഖണ്ഡിതമായ പ്രമാണങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആനും മുത്തവാത്തിറായ ഹദീസുകളും, അല്ലെങ്കിൽ വേണമെങ്കിൽ മുസ്തഫീദും കൂടി ഉൾക്കൊള്ളുന്ന ഹദീസുകളും മാത്രമാണ് അത്തരം വിഷയങ്ങളുടെ പ്രമാണമായി അംഗീകരിക്കപ്പെടുന്നത്. ഒന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ ഉസൂലുൽ മുഅ്തഖദാത്ത്, ഇസ്ലാമിലെ മൗലിക വിശ്വാസങ്ങൾ, ഉലൂഹിയത്തിലും റിസാലത്തിലും ആഖിറത്തിനെക്കുറിച്ചുമുള്ള മൗലിക വിശ്വാസങ്ങൾ, ഇസ്ലാം അതിൽ എന്താണ് പറയുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ വ്യക്തമാകുന്ന സംഗതികളാണ്. അപ്പോൾ വിശ്വാസപരമായ ഉസൂലുൽ മുഅ്തഖദാത്തിൽ ഈമാൻ കുഫ്ർ തമ്മിൽ വിവേചനം വേർതിരിവുണ്ടാകുന്ന പോയിന്റിൽ നമ്മുടെ പ്രമാണം യഖീനിയത്തായി മാത്രമാണ്, ഖത്ഇയ്യത്ത് മാത്രമാണ്. എന്നാൽ ഇസ്ലാം ഇന്നതാണ് ആ വിഷയത്തിൽ ഇസ്ലാം പറയുന്ന വിശ്വാസം, അതിൽ ഇന്നത് വിശ്വസിക്കണം, മുസ്ലിം ആ കാര്യം ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, ഇങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ആ മുസ്ലിം ആവുക എന്നത് എന്താണെന്നുള്ളത് ഖുർആൻ കൊണ്ടും മുത്തവാത്തിറത്തായ ഹദീസ് കൊണ്ടും തന്നെ ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മൗലിക വിശ്വാസങ്ങളുടെ പ്രമാണങ്ങൾ, അത് ബുദ്ധിപരമായി മനസ്സിലാക്കേണ്ട സംഗതികൾ ഞാൻ ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം. അതിൻ്റെ പ്രമാണങ്ങൾ ഖുർആനും മുത്തവാത്തിറായ ഹദീസുമാണ്. അതേസമയം ഫുറൂഇ എന്ന് പറയുന്നത് പ്രധാനമായി നാം പറയുന്ന കർമ്മശാസ്ത്രം, അതിൻ്റെ പ്രമാണങ്ങൾ അങ്ങനെ ഖത്ഇയ്യത്താവണമെന്നോ ഖുർആനും മുത്തവാത്തിറായ ഹദീസുകളും തന്നെയാവണമെന്നൊന്നും നിർബന്ധം ഇല്ല. കാരണം കർമ്മശാസ്ത്രം ഫിഖ്ഹ് എന്ന് പറയുന്നത് ലെന്നാണ്, അവിടെ ലെന്നിയായ പ്രമാണങ്ങൾ മതിയാകുന്നതാണ്. ഇത് പറയുമ്പോൾ ഈ വിഷയങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ നമ്മളൊന്നും കൂടി പരത്തി പറയേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു രീതി, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരി, ഇസ്ലാമിൻ്റെ കൃത്യമായ പാരമ്പര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം, അത് ശരിയായ പാരമ്പര്യത്തിലൂടെ പകർന്ന ആ പാരമ്പര്യ ദീനിനെക്കുറിച്ചാണ് നാം സുന്നത്ത് ജമാഅത്ത് അഹ്ലുസുന്ന എന്ന് പറയുന്നത്. ദീനും സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന രണ്ടല്ല. അപ്പോൾ ദീനിൻ്റെ ഒരു ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒളുവിൻ ഇലാഹിയും, ദീൻ എന്ന് പറഞ്ഞാൽ ഇലാഹി സംവിധാനമാണ്, സൃഷ്ടാവ് സംവിധാനിച്ചൊരു നിയമവ്യവസ്ഥ. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ സംവിധാനിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക രീതിയിലാണ്. വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചുരുക്കി പറയാണ്. നേരത്തെ പറഞ്ഞ പോലെ മൗലിക വിശ്വാസങ്ങൾ അത് ഒന്നേ ശരിയുള്ളൂ, അത് വിശ്വസിച്ചാലേ മുസ്ലിമാവുകയുള്ളൂ. ഇനി മൗലിക വിശ്വാസങ്ങളുടെ ഇപ്പുറത്ത് അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും തമ്മിൽ വേർതിരിയുന്ന ചില ഭാഗങ്ങളും ഞാൻ അതിനെക്കുറിച്ച് പറയാം. അവിടെയും ഒന്നേ ശരിയുള്ളൂ, ഒന്ന് സ്വർഗത്തിലേക്കുള്ള പ്രതിഫലാർഹമായ മാർഗമാണ്, മറുഭാഗം നരകശിക്ഷയ്ക്ക് കാരണമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശരി മറ്റേത് തെറ്റി എന്ന് കൃത്യതയുള്ള രൂപത്തിലാണ് ഇസ്ലാമിൻ്റെ നിശ്ചയം. ആ പോയിന്റിൽ, വിശ്വാസപരമായ പോയിന്റിൽ കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അറിയിച്ചു തന്നിട്ടുണ്ട്. അതേസമയം കുറേ കാര്യങ്ങൾ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഇങ്ങനെ ഒരു കൃത്യമായ ഒരു നിലപാടിൽ ഒരു കൃത്യമായ വിശ്വാസം പഠിപ്പിച്ച ഇസ്ലാമിക പ്രമാണങ്ങൾ കർമ്മപരമായ ധാരാളം വിഷയങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾക്കും വിവിധ വ്യാഖ്യാനങ്ങൾക്കും അവസരം നൽകുകയും അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട്. കർമ്മപരമായ ചില വിഷയങ്ങൾ, ഉദാഹരണത്തിന് സ്ത്രീ സ്പർശനത്തിലൂടെ വുളൂ നഷ്ടപ്പെടുമോ ഇല്ലേ, ധാരാളം ഉദാഹരണങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ വിഷയങ്ങളിൽ കൃത്യവുമായും വ്യക്തവുമായി ഒരു വിധി വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. മറിച്ച് അത്തരം ധാരാളം വിഷയങ്ങളിൽ പല വ്യാഖ്യാനങ്ങൾക്ക് അവസരം വെച്ചുകൊണ്ടാണ് ഖുർആനും സുന്നത്തും ആ വിഷയം പരാമർശിച്ചിട്ടുള്ളത്. അർഹരായ മുജ്തഹിദുകൾ എന്ന് നാം പറയാറുള്ള അർഹരായ വ്യക്തികൾക്കത് വിശദീകരിക്കാൻ അനുവാദവും നിർദ്ദേശവും നൽകുകയും ചെയ്തു. ചുരുക്കത്തിൽ അടിസ്ഥാന വിശ്വാസപരമായ കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും ഇസ്ലാം ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് വിശ്വാസങ്ങൾക്ക് അനുവാദമില്ല. അവിടെ രണ്ട് വിശ്വാസം വന്നാൽ
ലറൂരിയായി അറിയപ്പെട്ട കാര്യങ്ങളിലാണെങ്കിൽ ഒന്ന് ഈമാനും ഒന്ന് കുഫറും, അതിനിപ്പുറമുള്ളതാണെങ്കിൽ ഒന്ന് സുന്നത്തും ഒന്ന് ബിദ്അത്തും, രണ്ടായാലും ഒന്ന് പ്രതിഫലാർഹവും മറ്റേത് ശിക്ഷാർഹവുമാണ്. അതേസമയം കർമ്മപരമായ ധാരാളം വിഷയങ്ങൾ ഒരു കൃത്യമായ വിധി വ്യക്തമായി പഠിപ്പിക്കാതെ പല വ്യാഖ്യാനങ്ങൾക്കും വീക്ഷണങ്ങൾക്കും അവസരം തന്നുകൊണ്ടാണ് ഖുർആനും സുന്നത്തും പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഒരു ഇസ്ലാമിൻ്റെ അടിസ്ഥാന രീതി. നമുക്കൽ വഹദത്തു ഫി തനവ്വു എന്ന് പറയുവാണെങ്കിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയാം. മൗലിക വിശ്വാസങ്ങളിൽ മുസ്ലിങ്ങളെല്ലാവരും ഒരേ വിശ്വാസക്കാരാവണം എന്ന് നിർബന്ധിക്കുമ്പോൾ തന്നെ കർമ്മപരമായ കാര്യങ്ങളിൽ പല വ്യാഖ്യാനങ്ങൾക്കും വീക്ഷണങ്ങൾക്കും ഇസ്ലാം അവസരവും അനുവാദവും നൽകുകയും അതെല്ലാം പ്രതിഫലാർഹമായി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ മുത്തഅല്ലിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എല്ലാം ഫിഖ് അടക്കം കർമ്മപരമായ കാര്യങ്ങളടക്കം വിവിധ മദ്ഹബുകൾ വരാത്ത വിധം ഒരു കൃത്യമായ ഹുക്മ് തന്നെ എല്ലാ വിഷയത്തിലും സർവ്വ മുസ്ലിങ്ങൾക്കും വേണം, വീക്ഷണ വ്യത്യാസം പറ്റില്ല, രണ്ടഭിപ്രായം പാടില്ല എന്നൊരു ഇറാദത്ത് അള്ളാഹുവിനുണ്ടായിരുന്നുവെങ്കിൽ എല്ലാം വ്യക്തമായും കൃത്യമായും അറിയിച്ചു തരാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. അത് സാധിക്കാത്തത് കൊണ്ടല്ല, മറന്നുപോയത് കൊണ്ടല്ല എന്ന് നമുക്കറിയാം. പിന്നെ ഹിക്മത്തിൻ്റെ ഭാഗമായി നമുക്കൊരു സൗകര്യവും റഹ്മത്തും അള്ളാഹും മനുഷ്യർക്ക് ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായും മൗലിക വിശ്വാസങ്ങൾ കൃത്യമായ രൂപത്തിൽ ഒന്ന് തന്നെ വേണം, അതിൽ നിന്ന് തെറ്റിപ്പോയാൽ അത് ശിക്ഷാർഹമാണ് എന്ന് നിശ്ചയിച്ചപ്പോൾ തന്നെ കർമ്മപരമായ കാര്യങ്ങളിൽ വിവിധ വ്യാഖ്യാനങ്ങൾക്ക് ഖുർആൻ അനുവാദം തന്നു, ഹദീസുകൾ അവസരം വെച്ചു. ആ പരിധിക്കുള്ളിൽ ഏത് വ്യാഖ്യാനവും ആവാം. ഇത് വരുമ്പോൾ ഇതാണ് ഖുർആൻ തന്നെ പറയുന്നത് കാണാം. വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അദീം. സൂറത്ത് ആൽ ഇംറാൻ. അൽ ബയ്യിനാത്ത് ഖണ്ഡിതമായ പ്രമാണങ്ങൾ ഉള്ള വിഷയത്തിൽ ഇസ്ലാമിൽ രണ്ടഭിപ്രായം പറ്റില്ല. അൽ ബയ്യിനാത്ത് ഗണ്ഡിതമായ വ്യക്തവും കൃത്യവുമായ തീരുമാനങ്ങൾ അറിയിച്ചു തരാതെ പല വ്യാഖ്യാനങ്ങൾക്ക് അനുവാദവും അവസരവും തന്നിടത്ത് അത് പറ്റും. അപ്പോൾ കർമ്മപരം ഫുറൂഅ് ഫിഖ് എന്ന് പറഞ്ഞാൽ തന്നെ നിർവചനം അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യ അൽ അമലിയ അല്ലത്തു ത്വരീഖുഹാ അൽ ഇജ്തിഹാദ്. ഇജ്തിഹാദിലൂടെ കണ്ടെത്തുന്ന കർമ്മപരമായ വിധികൾക്ക് മാത്രമേ സാങ്കേതികമായി ഫിഖ് എന്ന് പറയൂ. ചുരുക്കത്തിൽ അഹ്ലുസുന്നയുടെ മൻഹജ് മൗലിക വിശ്വാസങ്ങളിൽ വിശുദ്ധ ഖുർആനും മുത്തവാത്തിറായ ഹദീസുകളും ആണ്. ഈമാൻ കുഫറിൻ്റെ ഇടയിൽ വേർതിരിക്കുന്ന പോയിൻ്റ് അതാണ്. അതിൻ്റെ തൊട്ട് താഴെ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദയും വേർതിരിയുന്ന മറ്റ് ചില വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്. അവിടെ മാ അന അലൈഹി വ അസ്ഹാബി എന്ന് പറയുന്ന ആ കണ്ണിമുറിയാത്ത കൃത്യമായ സബീലുൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അനുഗ്രഹീത പാരമ്പര്യ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ രീതി ഏതാണോ അതിൽ നിന്ന് വ്യതിചലിക്കാതെ അതേ വിശ്വാസം ഉൾക്കൊള്ളലാണ് അഹ്ലുസുന്ന വൽ ജമാഅ. പാരമ്പര്യ മുസ്ലിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഖുർആനിൽ രണ്ട് പാരമ്പര്യമുണ്ട്. കുടുംബ പാരമ്പര്യമുണ്ട്, പിതാക്കന്മാരുടെ പാരമ്പര്യം. അത് ഖുർആൻ വിമർശിച്ചിട്ടുണ്ട്. അറിവില്ലാത്ത വിശ്വാസമില്ലാത്ത കുടുംബ പാരമ്പര്യത്തിന് പ്രാധാന്യമില്ല. അതേസമയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള കൃത്യമായ വിശ്വാസത്തിൽ ഒരിടത്തും വ്യതിചലനം വരാതെ ഈ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ലാത്ത മുസ്ലിം പാരമ്പര്യം, അവരുടെ വിശ്വാസം എന്താണോ അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അപ്പോൾ വിശ്വാസത്തിലുള്ള മൻഹജ് ഗണ്യതമാണ്, ഖത്ഇയാണ്, ഫിഖ്ഹിൻ്റെ പ്രമാണ വായന ലന്നിയാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഉസ്താദ് സവിസ്തരം വിശദീകരിച്ചു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രമാണം അത് ഉസൂലിന് ഖണ്ഡിതമായിരിക്കണം, ഖത്ഇയായിരിക്കണം. ഫുറൂഇനാണെങ്കിൽ അതിൽ വ്യാഖ്യാന സാധ്യതകൾക്ക് പഴുതുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കറിയേണ്ടത് അഭിപ്രായാന്തരങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ എങ്ങനെയാണ് നമ്മൾ അതിനോട് സമീപിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട്
മനുഷ്യർ, പണ്ഡിതർ വ്യത്യസ്ത അഭിപ്രായങ്ങളിലാണ്. വിവിധ അഭിപ്രായങ്ങളെ എങ്ങനെ നാം മനസ്സിലാക്കണം? ചില അഭിപ്രായങ്ങൾ കുഫറിലായിരിക്കും, ചിലത് അത് ഈമാനിൻ്റെ ഭാഗം തന്നെയായിരിക്കും. ചിലത് കുഫർ സംഭവിച്ചിട്ടില്ലെങ്കിലും ബിദ്അത്തിലേക്ക് പോകുന്ന അഭിപ്രായമായിരിക്കും. ചിലതാണെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ പോലും അത് മഖ്ബൂലാവൂല, മർദൂദായിരിക്കും. മർദൂദായാൽ തന്നെ ചിലത് അത് റാജിഹും മർജൂഹുമായിട്ട് വേർപിരിയുന്നത് കാണാം. ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അത്തരം കാറ്റഗറിയിലേക്ക് പോകാനുള്ള കാരണം എന്താണ് അതിൻ്റെ അതിർവരമ്പുകൾ? നേരത്തെ പറഞ്ഞ ഭാഗത്തുനിന്ന് കുറേ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസം ഇന്നതാണ് എന്ന് ബില്ലറൂറ അറിയപ്പെട്ട കാര്യങ്ങളിലാണെങ്കിൽ അതിന് വിരുദ്ധമായ വിശ്വാസം കുഫർ ആണ്. ഇപ്പോൾ ഇസ്ലാമിലൊരു കാര്യം, ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് അത് കുഫറാണ്, അങ്ങനെ വിശ്വസിച്ചാൽ മുസ്ലിം ആകൂല എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണെന്ന് ബില്ലറൂറ അനിഷേധ്യമായ രൂപത്തിൽ അറിയപ്പെട്ട കാര്യങ്ങളോട് വിരുദ്ധമായ വിശ്വാസം കുഫറാണ്. അപ്പോൾ വീക്ഷണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ, അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ചിലത് കുഫറാകുന്നത് എന്തുകൊണ്ട്? അത് ലറൂരിയായി അറിയപ്പെട്ട വിശ്വാസ കാര്യങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ അത് കുഫർ ആണ്. ഇവിടെ ഒരു വിഷയം കൂടി ഞാൻ ഉണർത്തുകയാണ്. ഈ കുഫറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇസ്ലാമിക രീതികൾ പറയുമ്പോൾ രണ്ട് സംഗതിയുണ്ട്. ഹഖീഖത്തുൽ ഈമാനുൽ കുഫർ, അത് വിശ്വാസമാണ് മർമ്മം. അലാമത്തുൽ ഈമാനുൽ കുഫർ എന്നുള്ള സംഗതിയുമുണ്ട്. വിശ്വാസവും അവിശ്വാസത്തിൻ്റെയും മർമ്മം മനസ്സിലുള്ള വിശ്വാസമാണ്, തസ്ദീഖാണ്. അതേസമയം ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളുമൊക്കെ ഈമാനിൻ്റെ അടയാളമായും ചിലത് കുഫറിൻ്റെ അടയാളമായും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിയിൽ ഈമാനിൻ്റെ അടയാളങ്ങൾ ഉണ്ട്, കുഫറിൻ്റെ ഐഡൻറ്റിറ്റിയായി ഇസ്ലാം നിശ്ചയിച്ച ഒന്നുമില്ല, എന്നാൽ അദ്ദേഹം മുസ്ലിമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒരു വ്യക്തിയിൽ കുഫറിൻ്റെ അടയാളമായി ഇസ്ലാം പരിചയപ്പെടുത്തിയ സംഗതികൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം മുസ്ലിം അല്ല എന്ന് നാം മനസ്സിലാക്കും. ഇപ്പം നമ്മളൊരാളെക്കുറിച്ച് മുസ്ലിമാണെന്നും മുസ്ലിം അല്ല എന്നൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ ശിക്ഷാരക്ഷകൾ വിധിക്കാനല്ല, അത് സർട്ടാവാണല്ലോ. നമുക്ക് മുസ്ലിമിനോടുള്ള മതപരമായ പെരുമാറ്റച്ചട്ടങ്ങളും മുസ്ലിമിനോടുള്ള പെരുമാറ്റച്ചട്ടങ്ങളും തമ്മിൽ മതപരമായ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാനാണ് നമുക്ക് അടയാളങ്ങൾ വെച്ച് തന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ മുസ്ലിം ഈമാനിൻ്റെ അടയാളങ്ങൾ ഒരു വ്യക്തിയിലുണ്ട്, കുഫറിൻ്റെ അടയാളങ്ങളില്ല, നാം അദ്ദേഹത്തെ മുസ്ലിമാണെന്ന് മനസ്സിലാക്കും. കുഫറിൻ്റെ അടയാളം ഒരാളിലുണ്ടായാൽ നമ്മൾ അദ്ദേഹം മുസ്ലിം അല്ല എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് രണ്ട് വ്യക്തിയോടും സമീപിക്കുകയും ചെയ്യും. അതേസമയം മർമ്മം വിശ്വാസമാണ്. അത് ചില വിഷയങ്ങൾ കുഫറാകുന്നത്, ഞാൻ പറയുന്ന കിതാബുകൾ പരിശോധിക്കുമ്പോൾ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് കുഫർ എന്ന് വിധി പറയുന്നത് അത് കുഫറിൻ്റെ അടയാളമായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള സംഗതിയാണ്. അത് അലാമാത്തുൽ കുഫർ എന്നോ അല്ലെങ്കിൽ അൽ ഹുക്കുമു ബിൽ കുഫർ എന്നൊക്കെ വകുപ്പിലാണ് അത് വരിക. അവിടെ നമ്മുടെ ഫിഖ്ഹ് മദ്ഹബുകളിൽ വ്യത്യാസമുണ്ട്. അടിസ്ഥാനപരമായി അലാമാത്തുൽ ഈമാൻ, അലാമാത്തുൽ കുഫർ എന്നുള്ളത് ഫിഖ്ഹിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ബാബു റിദ്ദത്ത് ഫിഖ്ഹിൻ്റെലാണ് ചർച്ച ചെയ്യപ്പെടുക. ഇപ്പം ചില പ്രവർത്തനങ്ങൾ അത് കുഫറിൻ്റെ അലാമത്താണ്, കുഫറിൻ്റെ അടയാളമാണ്, അതുള്ളവനെ മുസ്ലിമായിട്ടല്ല നാം സമീപിക്കേണ്ടത് എന്ന് ചില മദ്ഹബിലുണ്ടാകും. മറ്റൊരു മദ്ഹബിൽ ചിലപ്പോൾ അത് കുഫറിൻ്റെ അടയാളം അല്ല എന്നുമുണ്ടാകും. ഇത് മൗലിക വിശ്വാസങ്ങളിലല്ല, തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങളാണ് അവിടെ വിഷയം. അതേസമയം ഒരു വിശ്വാസം എപ്പോഴാണ് കുഫറാവുക? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലറൂരിയായി അറിയപ്പെട്ട വിശ്വാസത്തിന് വിരുദ്ധമായാൽ അത് കുഫറാണ്. ഇനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണെന്ന് ബില്ലറൂറ, ലറൂരിയായി അനിഷേധ്യമായി അറിയപ്പെട്ട സംഗതിയല്ല. അതേസമയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സ്വഹാബികൾ മുതൽ എവിടെയും കണ്ണി വേർപെട്ടു പോകാത്ത വിധം പാരമ്പര്യ ഇസ്ലാമിൻ്റെ വിശ്വാസമാണ്. അത്തരം വിശ്വാസങ്ങളിലുമായി വിയോജിപ്പ് വന്നാൽ, വിരുദ്ധമായാൽ അതാണ് ബിദ്അത്തായ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുബ്തദി, സുന്നി എന്നതിൻ്റെ അഹ്ലുസുന്നയുടെ നേരെ മറുവശമായ അഹ്ലുൽ ബിദ്അ നമ്മളെ കിതാബുകളിൽ നിർവചിക്കപ്പെടുക. വൽ മുബ്തദിയു
മൻ ഖാലഫ ഫിൽ അഖായിദി മാ അലൈഹി അഹ്ലുസുന്ന. തുഹഫയിൽ കാണവൽ മുബ്തദിഉ മൻ ഖാലഫ ഫിൽ അഖായിദി മാ അലൈഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു എന്ന് പറഞ്ഞാൽ വഹും ഫിൽ അദ്മിനത്തിൽ മുതഅഖിറത്തി അൽ ഇമാമുൽ അശ്അരി വൽ ഇമാമുൽ മാതുരീദി വഅത്ബാഉഹുമ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും സ്വീകരിച്ച അതേ വിശ്വാസ പാരമ്പര്യം സ്വീകരിക്കുന്ന അഹ്ലുസുന്നയാണ് അശ്അരി മാതുരീദിയത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരുമായി അഹ്ലുസുന്നയുമായി വിശ്വാസത്തിൽ വിയോജിപ്പ് വന്നാൽ അത് ബില്ലറൂറ അറിയപ്പെട്ടതിന് വിരുദ്ധമല്ലെങ്കിൽ പോലും അതിന് ബിദ്അത്ത് എന്ന് പറയും. അപ്പോൾ കുഫറാകുന്നത് എന്തുകൊണ്ടാണ്? ബില്ലറൂറ അറിയപ്പെട്ടതിന് വിരുദ്ധമായതുകൊണ്ട്. മാ അന അലൈഹി നബിയു അസ്ഹാബുഹു അശ്അരി മാതുരീദി അഹ്ലുസുന്ന വൽ ജമാഅയുടെ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അത് കുഫറിലേക്ക് എത്താത്ത രൂപത്തിലാണെങ്കിൽ പോലും ബില്ലറൂറ അറിയപ്പെട്ടതിന് വിരുദ്ധമല്ലെങ്കിൽ കുഫറാവില്ല, എന്നാലും അത് ബിദ്അത്താണ്. അപ്പം ചിലപ്പോൾ കുഫർ വരുന്നത് എന്തുകൊണ്ട്, ചിലപ്പോൾ ബിദ്അത്ത് വരുന്നത് എന്തുകൊണ്ട് എന്ന് ലളിതമായി ഞാൻ പറഞ്ഞു. ഇനിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർമ്മശാസ്ത്രം ഫിഖ് എന്ന് പറയുന്നത് അത് വിവിധ വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകിയതാണ്. യോഗ്യരായ മുജ്തഹിദുകൾ കണ്ടെത്തുന്ന ആ വ്യാഖ്യാനങ്ങൾക്കാണ് മദ്ഹബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുമ്പോൾ മാ ദഹബ ഇലൈഹി ഷാഫിഈ വഅസ്ഹാബുഹു മിനൽ അഹ്കാമി ഫിൽ മസായിൽ. വിവിധ വ്യാഖ്യാനങ്ങൾക്ക് ഖുർആനും സുന്നത്തും അവസരവും അനുവാദവും തന്ന വിഷയങ്ങൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസൂൽ അനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അതിലൂടെ കണ്ടെത്തുന്ന ആ വിധികളുടെ സമാഹാരമാണ് ഷാഫിഈ മദ്ഹബ്. അവിടെ പിന്നെ മദ്ഹബിൽ ഒന്നിലേറെ വിഷയങ്ങൾ വരുമ്പോൾ തർജീഹ് ചെയ്യാനുള്ള ചില സൂത്രവാക്യങ്ങളുണ്ട്, ചില തത്വങ്ങളുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തർജീഹിൻ്റെ മുജ്തഹിദാണെന്ന് നമ്മൾ പറയും. അതിനർത്ഥം അവർ ഖുർആൻ സുന്നത്തിൽ നിന്ന് വിധികൾ നിർദ്ധാരണം ചെയ്തെടുക്കുകയല്ല. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അസ്ഹാബൊക്കെ ഇത്തിഹാദിലൂടെ കണ്ടെത്തിയ വിധികളിൽ ഒരേ വിഷയത്തിൽ തന്നെ വിവിധ വീക്ഷണങ്ങൾ അവർ പങ്കുവെച്ചത് കാണും. അത് 1-ാം നമ്പർ അഭിപ്രായമായി ഏതാണ് പരിഗണിക്കേണ്ടത്, 2-ാം നമ്പർ അഭിപ്രായമായി ഏതാണ് പരിഗണിക്കേണ്ടത് എന്ന കാറ്റഗറി തിരിക്കുമ്പോൾ വരുന്ന പ്രയോഗങ്ങളാണ്. 1 റാജിഹ്, മുൻഗണനയുള്ള അഭിപ്രായം, 1 മർജൂഹ്, അത് ആ 1-ാം അഭിപ്രായമല്ല 2-ാം അഭിപ്രായമാണ്. അപ്പോൾ ചിലത് കുഫ്ർ, ചിലത് ബിദ്അത്ത്, ചിലത് മർജൂഹ് എന്നൊക്കെ വരുന്നത് ലറൂരിയായി അറിയപ്പെട്ട വിശ്വാസത്തിന് വിരുദ്ധമായ വിശ്വാസമാവുമ്പോൾ അത് കുഫറാണ്. ബില്ലറൂറ അറിയപ്പെട്ടതിന് വിരുദ്ധമല്ലെങ്കിൽ പോലും അശ്അരിയ്യത്ത് മാതുരീദിയ്യത്ത് ഇജ്മാ ആയ വിശ്വാസത്തിന് വിരുദ്ധമാണെങ്കിൽ അത് ബിദ്അത്തായ വിശ്വാസമാണ്. അത് വിശ്വസിക്കുന്ന ആൾ മുബ്തദി ആണ്. ഫിഖ്ഹിൽ ഒരേ മദ്ഹബിൽ തന്നെ ഒന്നിലേറെ അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. കാരണം അതങ്ങനെയൊക്കെ വിവിധ അഭിപ്രായങ്ങൾക്ക് ഇടമുള്ളൊരു വിഷയമാണ് ഫിഖ്. അതിൽ ഏറ്റവും ശക്തമായത് ഏതാണ്, 2-ാം സ്ഥാനത്തുള്ളതാണ് ഏതാണെന്ന് കണ്ടെത്തുന്ന പ്രക്രിയയാണ് തർജീഹ്. ആ തർജീഹിൻ്റെ ഭാഗമായിട്ടാണ് ചിലത് റാജിഹി, ചിലത് മർജൂഹ് എന്ന് പറയുന്നത്. അഭിപ്രായാന്തരങ്ങളെ എങ്ങനെ സമീപിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അഹ്ലുസുന്നയുടെ അഖീദ മനസ്സിലാക്കുന്നിടത്ത് ചിലപ്പോൾ വളരെ ഡീപ്പായിട്ട് പഠനം സാധ്യമല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ സാധ്യത ഉണ്ടായിട്ട് പോലും അതിന് മെനക്കെടാതെ അന്ധമായി അനുകരിക്കുന്ന തഖ്ലീദ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ തഖ്ലീദ് ചെയ്യാൻ നമുക്ക് പറ്റുമോ, അത് ജായിസാണോ, അങ്ങനെ തഖ്ലീദ് ചെയ്താൽ അവരുടെ ഈമാൻ ശരിയാകുമോ, അല്ല എല്ലാവരും ഇജ്തിഹാദ് ചെയ്യണോ, എന്താണ് അതിൻ്റെയൊക്കെ നിദാനം? ഇജ്തിഹാദ് ചെയ്താൽ ഇപ്പോഴും നമ്മളെല്ലാവരും മുജ്തഹിദുകളായിരിക്കുമോ, അതിൽ ഇജ്തിഹാദിന് ഇപ്പോഴും സ്കോപ്പുണ്ടോ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള തീർപ്പുകൾ ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ചർച്ചകളിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണത്. വിശിഷ്യ അഹ്ലുസുന്നയുടെ പഠിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇജ്തിഹാദുണ്ടോ ഇല്ലേ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് ഉയർന്ന പഠനം നടത്തുന്ന ഒരു മുതഅല്ലിമുമായി സംസാരിച്ചപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇജ്തിഹാദുണ്ടല്ലോ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്നൊരാൾ ഇജ്തിഹാദ് ചെയ്തത് ഈ അഹ്ലുസുന്നയുടെ ഈ വിശ്വാസത്തിന് തന്നെ ഒത്തുവരണമെന്നില്ലല്ലോ, എന്നാൽ മുജ്തഹിദിന് ആ വിശ്വാസം ഇജ്തിഹാദിലൂടെ കിട്ടിയ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിച്ചാൽ പോരെ
എന്നിങ്ങനെ സംശയം ഉന്നയിച്ചത് ഓർക്കുകയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇജ്തിഹാദ് തഖ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുതഅല്ലിഖുകൾക്ക് വേഗത്തിൽ സുപരിചിതമായ ഇജ്തിഹാദും തഖ്ലീദും നമ്മുടെ കർമ്മശാസ്ത്രത്തിലുള്ളതാണ്. കർമ്മശാസ്ത്രത്തിലുള്ള ഇജ്തിഹാദ് തഖ്ലീദ് അല്ല വിശ്വാസപരമായ കാര്യങ്ങളിലെ ഇജ്തിഹാദ് തഖ്ലീദ്. മറിച്ചെന്താ? കർമ്മശാസ്ത്രപരമായ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃത്യമായൊരു വിധി ഖുർആൻ സുന്നത്തിലും പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിൽ അതിൻ്റെ വിധി എന്താണ് എന്ന് കണ്ടെത്താനാണ് ഇജ്തിഹാദ്. അപ്പോൾ അവിടെ ഇജ്തിഹാദിൻ്റെ റിസൾട്ടായിട്ടാണ് ആ വിധി ലഭിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ സ്പർശനത്തിലൂടെ വുളു നഷ്ടപ്പെടുമോ ഇല്ലേ, ഖുർആനും സുന്നത്തും കൃത്യമായ ഒരു വിധി, ഒറ്റ വിധി പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇജ്തിഹാദ് നടത്തി, ഇജ്തിഹാദിലൂടെ ലഭിക്കുന്നു, മനസ്സിലാക്കുന്നു, ലന്ന് ലഭിക്കുന്നു സ്ത്രീ സ്പർശനത്തിലൂടെ വുളു മുറിക്കുമെന്ന്. അപ്പോൾ കർമ്മശാസ്ത്രത്തിൽ ഈ ഹുക്മ് എന്ന് നമ്മൾ പറയുന്ന വിധി ലഭിക്കുന്നത് ഇജ്തിഹാദിലൂടെയാണ്. എന്നാൽ വിശ്വാസപരമായ കാര്യങ്ങൾ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മുജ്തഹിദ് ഇങ്ങനെ ഇജ്തിഹാദ് ചെയ്തിട്ട് എന്താണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത് എന്ന് ഇജ്തിഹാദിലൂടെ കണ്ടെത്തുകയല്ല വേണ്ടത്. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഈമാനും കുഫറും വേർതിരിയുന്ന പോയിൻ്റ്, അവിടെ ഒരു മുസ്ലിം എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിച്ചാലാണ് ഒരാൾ മുസ്ലിം ആകുക, ഒന്ന് ഇജ്തിഹാദ് ചെയ്ത് നോക്കട്ടെ. അല്ല, മറിച്ച് ഒരു മുസ്ലിം ആവണമെങ്കിൽ എന്താണ് അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പഠിപ്പിക്കുകയും അത് ഖുർആൻ മുതവാത്തിറാണല്ലോ, ഖുർആനിലൂടെ കൃത്യമായി ഇവിടെ അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കണം? അള്ളാഹു ഏകനാണ്. ഉദാഹരണം പറയണം, അള്ളാഹു ഏകനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു സമീഉം ബസീറാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇതാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചാലേ മുസ്ലിം ആകൂ. ഇതാണ് മുസ്ലിം വിശ്വസിക്കേണ്ടത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ബില്ലറൂറ ഇവിടെ അറിയപ്പെട്ടിരിക്കുന്നു. അല്ലാതെ അള്ളാഹു സെമി ആണോ അല്ലേ നമ്മളൊന്ന് ഇജ്തിഹാദ് ചെയ്ത് നോക്കുക, എന്നിട്ട് സെമി ആണെന്ന് കിട്ടിയാൽ അങ്ങനെ, അല്ലാന്ന് കിട്ടിയാൽ അങ്ങനെ, അങ്ങനെ വിശ്വസിക്കേണ്ടത് എന്താണെന്ന് ഇജ്തിഹാദിലൂടെ കണ്ടെത്തുകയല്ല. ഫിഖ്ഹിലാ പ്രശ്നത്തിൻ്റെ ഉത്തരം, ആ കാര്യം സുന്നത്താണോ സുന്നത്തല്ലേ, നിർബന്ധമാണോ നിർബന്ധമല്ലേ എന്ന് ഇജ്തിഹാദിലൂടെയാണ് ലഭിക്കുക. ഫിഖ്ഹിൽ അഖീദയിലുള്ള ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് വിശ്വസിക്കണം എന്ന് ഇജ്തിഹാദിലൂടെ കണ്ടെത്തലല്ല. പിന്നെ നമ്മൾ എന്ത് വിശ്വസിക്കണം? മുസ്ലിം ഒയിറ് മുസ്ലിം വേർതിരിയുന്ന, മുസ്ലിമും അമുസ്ലിം വേർതിരിയുന്ന വിശ്വാസം എന്താണ്? ഞാൻ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബില്ലറൂറ ലറൂരിയായി അനിഷേധ്യമായി അറിയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സമീഉം ബസീറാണെന്ന് അറിയപ്പെട്ടല്ല, ഖുർആൻ പഠിപ്പിച്ചത് അതാണ് എന്നുള്ളത്. അതങ്ങനെ തന്നെ വിശ്വസിക്കണം. ഇനി അവിടെ മുജ്തഹിദ് എന്ന് ഇജ്തിഹാദ് എന്നാൽ ആ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണെന്ന് ഖുർആനിലൂടെ കൃത്യമായി അറിയപ്പെട്ട ആ സംഗതി നമുക്ക് ബുദ്ധിപരമായി ബോധ്യപ്പെടാനും മറ്റൊരാളെ ബോധ്യപ്പെടുത്താനും ആവശ്യമായ ചിന്തയും ബുദ്ധിപരമായി അതിൻ്റെ വിഷയങ്ങളും നാം കണ്ടെത്തുക. ഇതാണ് അവിടെ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ല? ഒന്നും കൂടി വിശദീകരിക്കണം. ഫിഖ്ഹിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇജ്തിഹാദ് ചെയ്തിട്ടാണ് ഏത് ലഭിക്കുക? ഹുക്മ് ലഭിക്കുക. ഹുക്മ് വിശ്വാസത്തിൽ അങ്ങനെയല്ല. അള്ളാഹു തൗഹീദ്, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് നമ്മൾ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തല്ല. അതന്നെയാണ് ഇസ്ലാം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലയാണ് എന്ന് ബില്ലറൂരിയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലയാണ് കൃത്യമായി അറിയപ്പെട്ടതാണ്. ഇനി ഇലാഹ് ഏകനാണ്, ഇലാഹു ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്നേ പറ്റൂ എന്ന് ബുദ്ധിപരമായി സമർത്ഥിക്കാനുള്ള ആവശ്യമായ ചിന്ത നടത്തുന്നതിൻ്റെ പേരാണ് അഖീദയിൽ ഇജ്തിഹാദ് എന്നത്. അതുപോലെ മരണാനന്തര ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇത് ബുദ്ധിപരമായി അതിൻ്റെ സാധ്യത മനസ്സിലാക്കുകയും അത് ബോധ്യപ്പെടുകയും ബോധ്യപ്പെടുത്താനുമുള്ള ബുദ്ധിപരമായ ചിന്ത നടത്തുന്നതിൻ്റെ പേരാണ് അഖീദയിൽ ഇജ്തിഹാദ് എന്നത്. ഇപ്പം നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് ഇഅ്തിഖാദിയായ മസ്അല, ഇഅ്തിഖാദിയായ വിഷയം ഇന്നതാണ് വിശ്വാസം എന്നത് ഖുർആനിലൂടെ ഖത്ഇയായി ബില്ലറൂറ അറിയപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ബുദ്ധിപരമായി അതിൻ്റെ ചിന്ത നടത്തിയിട്ട് അത് ബുദ്ധിപരമായി ബോധ്യപ്പെടാനും മറ്റൊരാളെ ബോധ്യപ്പെടുത്താനും ആവശ്യമായ വഴികൾ കണ്ടെത്തുക. ഇതാണ് വിശ്വാസപരമായ കാര്യത്തിൽ ഇജ്തിഹാദ്. ഇനിയിപ്പോൾ ഈമാൻ കുഫ്റിൻ്റെ താഴെ സുന്നത്ത് ബിദ്അത്ത് എന്നിടത്തേക്ക് വരിക. അവിടെയും അഹ്ലു സുന്ന എന്ത് വിശ്വസിക്കണം?
ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമിനെക്കുറിച്ച് അഹ്ലുസുന്നയുടെ വിശ്വാസം, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഇബാറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവിടെ തന്നെ ബില്ലറൂറ അറിയപ്പെട്ടതിനും അല്ലാത്തതിനും ഉദാഹരണം പറയുന്നുണ്ട്. അള്ളാഹു ആലിമാണ്, യഅലമു ജമീഅ മാ ഫിൽ ആലം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസം എന്നത് ബില്ലറൂറ അറിയപ്പെട്ടതാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഇൽമ് ആലിമുൻ ബി സിഫത്തിൻ ഖായിമത്തിൻ ബി ദാത്തിഹി ആണോ, അതല്ല അള്ളാഹു ആലിമും ബി ദാത്തിഹി തന്നെയാണോ? അഹ്ലുസുന്നയും മുഅ്തസിലത്തും തമ്മിൽ വ്യത്യസ്ത വീക്ഷണമുള്ള വിഷയമാണത്. ഒന്ന് അഹ്ലുസുന്നയുടേതാണ്, ഒന്ന് അഹ്ലുൽ ബിദഅ. അത് ബില്ലറൂറ അറിയപ്പെട്ടതല്ല. അപ്പോൾ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിൽ വ്യത്യാസമുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണെന്ന് നമുക്ക് എങ്ങനെ ലഭിക്കുക? ഇജ്തിഹാദ് രീതി ലഭിക്കുകയല്ല, മറിച്ച് മാ അന അലൈഹി വ അസ്ഹാബിയിൽ ആ വിശ്വാസം അശ്അരി മാതുരീദി പാരമ്പര്യത്തിലൂടെ, പാരമ്പര്യ ഇസ്ലാമിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസം എന്താണോ അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ആ വിശ്വാസമാണ് ശരി എന്ന് ബുദ്ധിപരമായി ബോധ്യപ്പെടുന്നതിൻ്റെ പേരാണ് അഖീദയിലെ ഇജ്തിഹാദ്. അപ്പോൾ അഖീദയിൽ തഖ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നതാണ് വിശ്വസിക്കേണ്ടത് എന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മളത് വിശ്വസിക്കുന്നു. പക്ഷേ ബുദ്ധിപരമായി അത് വിശകലനം ചെയ്യുകയോ അത് ബുദ്ധിപരമായി മറ്റൊരാളെ ബോധ്യപ്പെടുത്താവുന്ന വിധവും ബോധ്യപ്പെടാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ അഖീദ കിതാബുകളിൽ ആ വിഷയം വളരെ ഉണ്ട്. ജംഉൽ ജവാമിയിൽ തന്നെ കാണാം മസ്അലത്തുൻ ഉഖ്തുലിഫ ഫി തഖ്ലീദി ഫി ഉസൂലിദ്ദീൻ എന്ന് പറയുന്ന ഒരു ഭാഗം. ഞാൻ മർമ്മമായി ഇബാറ വായിക്കലിൻ്റെ ഉദ്ദേശമല്ല. അതാ അൽ മുറാദു ബി തഖ്ലീദി ഹുന മുഖാബലുൻ നളരി ഫി ദലീൽ. നാം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നമുക്ക് ളറൂരിയായ രൂപത്തിലൂടെ അറിയപ്പെട്ടു, അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ പാരമ്പര്യത്തിലൂടെ അറിയപ്പെട്ടു. ആ ലഭിച്ച വിശ്വാസത്തിന് ദലീൽ, ബുദ്ധിപരമായി ദലീൽ കണ്ടെത്തുകയുന്ന പ്രക്രിയക്കാണ് അഖീദയിൽ ഇജ്തിഹാദ് എന്ന് പറയുന്നത്. വഹുവൽ മുറാദു ബിൽ ഇജ്തിഹാദി ഹുന, അതാണ് അഖീദയിലെ ഇജ്തിഹാദ്. അപ്പോൾ അഖീദയിൽ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ആരാ? ഫൽ മുജ്തഹിദു ഫിൽ അഖീദത്തി അൽ ഖാദിറു അലൻ നളരി. ഈ വിശ്വാസപരമായ കാര്യങ്ങൾ ബുദ്ധിപരമായി വിശകലനം ചെയ്യാനുള്ള ആ ഒരു ശേഷിയും ചിന്തയും നടത്താൻ കഴിയുന്ന ആൾക്കാണ് മുജ്തഹിദ് എന്ന് പറയുക. അവിടെയും അഖീദയിൽ ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ ഇൽമുൽ കലാമിൽ പറയുന്ന അതേ റൂട്ടിലൂടെയുള്ള ആ ചിന്ത തന്നെ വേണമെന്നില്ല. അത് ഒന്നിരിക്കൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ അൽ മുറാദു ബി അൽ മുഅ്തബറു അൻ നളറു അലാ തുരീഖിൽ ആമ്മ കമാ അജാബൽ അറാബി അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ. ഒരു സ്ഥലത്ത് ഒട്ടകക്കാഷ്ടം ഇങ്ങനെ കിടക്കുന്നത് കണ്ടാൽ ഇതിലൂടെ ഒട്ടകത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നും കാലടികൾ പതിഞ്ഞാൽ ഇതിലൂടെ ഒരു സഞ്ചാരം നടന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കാവുന്നത് പോലെ ഒരു സാധാരണ രൂപത്തിലൂടെ കാര്യങ്ങൾ വിലയിരുത്തി ബുദ്ധിപരമായി ബോധ്യപ്പെടുകയോ അതല്ലെങ്കിൽ ഇൽമുൽ കലാമിൻ്റെ ആ പ്രത്യേക ഖിയാസിയായ രൂപത്തിലൂടെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തെ ബുദ്ധിപരമായി ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്ന രീതിക്കാണ് അഖീദയിൽ ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അത് ചെയ്യാതിരിക്കുന്നതിനാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. തഖ്ലീദ് ചെയ്താൽ മതിയാകുമോ ഇല്ലേ? വിശ്വാസപരമായ കാര്യങ്ങളിൽ തഖ്ലീദായാലും എന്നാൽ മറ്റൊരാൾ പറഞ്ഞു കൊടുത്തു ഇന്നതാണ് ഇസ്ലാമിലെ വിശ്വാസം, 100ൽ 100ഉം യാതൊരു സംശയവുമില്ലാതെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചാൽ, നമ്മളെ ഭാഷയിൽ അൽ ഇഅ്തിഖാദുൽ ജാസിം, അവന് യാതൊരു ശക്കില്ല, വഹമില്ല, 100ൽ 100ഉം അവൻ അത് മനസ്സിൽ ഉൾക്കൊള്ളുകയും ദൃഢവിശ്വാസമുണ്ട്, എന്നാൽ അവൻ മുസ്ലിമാണ്. തഖ്ലീദാണെങ്കിൽ പോലും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ 100ൽ 100ഉം ഉറപ്പിച്ച് ദൃഢവിശ്വാസമുണ്ടെങ്കിൽ ആൾ മുസ്ലിമാണ്. അതേസമയം ഫിഖ്ഹിൽ നേരത്തെ നമ്മൾ ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ ലെന്നാണ് ലഭിക്കുക. വിശ്വാസപരമായ കാര്യങ്ങളിൽ ആ ലെന്ന് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാവുകയില്ല. അപ്പം മർമ്മം കിടക്കുന്നത്, അപ്പോൾ ഇന്ന് മുജ്തഹിദ് ഉണ്ടാകാമോ? വിശ്വാസപരമായ കാര്യത്തിൽ ഇന്ന് മുജ്തഹിദ് ഉണ്ടാവാം, ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാം. എന്നാൽ പിന്നെ ഇത്തിഹാദിലൂടെ കിട്ടിയ കാര്യങ്ങളല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇനി അത് ചോദിക്കരുത്. കാരണം വിശ്വാസപരമായ കാര്യത്തിൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് വിശ്വസിക്കണമെന്ന് ഗവേഷണം ചെയ്തെടുക്കുകയല്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് ഇന്നതാണ് എന്ന് ഈമാനിൻ്റെ പോയിൻറ്റിൽ ബില്ലറൂർ അറിയപ്പെട്ടിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ സുന്നി ബിദഈ ഖിലാഫുള്ള വിഷയങ്ങളിൽ അശ്അരി മാതുരീദി ഇസ്ലാമിക പാരമ്പര്യത്തിലൂടെ അത് അറിയപ്പെട്ടിട്ടുണ്ട്. അത് തന്നെ വിശ്വസിക്കണം, എന്നാലേ മുസ്ലിമാകൂ, എന്നാലേ സുന്നിയാകൂ യഥാക്രമം.
ആ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ബുദ്ധിപരമായി വിശകലനം ചെയ്ത് ബുദ്ധിപരമായി അത് സമർത്ഥിക്കാനും ബോധ്യപ്പെടാനും ബോധ്യപ്പെടുത്താനുമുള്ള ചിന്തയുടെ പേരാണ് ഇജ്തിഹാദ്. അത്തരം ചിന്ത ഇല്ലാതിരിക്കുന്നതിൻ്റെ പേരാണ് തഖ്ലീദ്. വിശ്വാസപരമായ കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഇത്തിഹാദ് ചെയ്തിട്ട് പുതിയ വിശ്വാസം രൂപപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോൾ വിശ്വാസപരമായൊരു പുതിയ മുജ്തഹിദുണ്ട്, അദ്ദേഹം ഒരു പുതിയ വിശ്വാസം അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അംഗീകാരമില്ല. കാരണം ഇസ്ലാമിലെ അഖീദയിൽ ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മൻഹജുകളിലൂടെ ലഭ്യമായ വിശ്വാസത്തിൻ്റെ ബുദ്ധിപരമായ വിശകലനവും ബുദ്ധിപരമായ വിശ്വാസം നമുക്ക് ഖുർആൻ കൊണ്ട് ബോധ്യപ്പെട്ടു. ഖുർആൻ അതാണ് പഠിപ്പിച്ചത്. ആ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസത്തിന് ബുദ്ധിപരമായ ബോധ്യമുണ്ടാക്കുക, ഇതാണ് അഖീദയിൽ ഇത്തിഹാദ്. അപ്പോൾ ഇത്തിഹാദ് ചെയ്തിട്ടൊരു പുതിയ വിശ്വാസം കണ്ടെത്തുക എന്നുള്ളത് നടക്കൂല ഇസ്ലാമിൽ. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഖുർആനും സുന്നത്തും പകർന്നു തന്ന ആ വിശ്വാസം കൃത്യമായി ഉണ്ട്, അത് 100% ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്, യാതൊരു ചാഞ്ചല്യമില്ല. എന്നാൽ ആൾ മുസ്ലിമാണ്, സുന്നിയാണ്, ഇജ്തിഹാദ് ചെയ്തിട്ടില്ല. അതേസമയം മനസ്സിൽ തന്നെ സംശയമാണെങ്കിൽ ആ സംശയം തീർക്കാനുള്ള ശ്രമം നടത്തണം, എല്ലാം ആ വിശ്വാസം പൂർണ്ണമാവില്ല. ജമ്മുൽ ജവാമിയിൽ മസ്അലത്തും ഫി തഖ്ലീദ് ഫി ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന ഭാഗത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ദർകശി റളിയല്ലാഹുവിൻ്റെ ബഹറുൽ മുഹീത്തിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം സക്കരിൽ അൻസാരി തങ്ങളുടെ വോയത്തുൽ ഉസൂലിൽ അതുണ്ട്. ഇമാം മാതുരീദി റളിയല്ലാഹുവിൻ്റെ കിതാബു തൗഹീദിലും ആ വിഷയം നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. മർമ്മമായി ചെയ്യേണ്ടത് അഖീദയിലുള്ള ഇത്തിഹാദ് തഖ്ലീദ് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിലുള്ള ഇത്തിഹാദ് തഖ്ലീദ് അല്ല. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണ് എന്ന് ഇത്തിഹാദിലൂടെ കണ്ടെത്താൻ പറ്റില്ല. അത് കണ്ടെത്തിയാൽ അത് ഇസ്ലാമാകൂല, അഹ്ലുസുന്നയാകൂല. കൃത്യമായി ഖുർആനും സുന്നത്തും പാരമ്പര്യ ഇസ്ലാമിലൂടെ പകർന്നു കിട്ടി അതെന്നെ വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്ന കാര്യത്തിന് എന്ത് ചെയ്യാം? ബുദ്ധിപരമായി വിശകലനം ചെയ്ത് അത് ബോധ്യപ്പെടാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ പേരാണ് ഇജ്തിഹാദ്. അപ്പോൾ ഒരു മുത്താലിം ഒരു വേദിയിൽ ചോദിച്ചു, അങ്ങനെ ലഭിച്ച വിശ്വാസത്തിന് ബുദ്ധിപരമായി തെളിവ് കണ്ടെത്താനുള്ള ശ്രമിച്ചു നോക്കുമ്പോൾ അത് അങ്ങോട്ടല്ല എത്തിയത്, അതിൻ്റെ മറുവശത്തേക്ക് എത്തിയാലോ? അപ്പോൾ അള്ളാഹു സമീഉം ബസീറാണ് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു, അതിനു വേണ്ടി ബുദ്ധിപരമായി തെളിവ് കണ്ടെത്താനാണ് ശ്രമിച്ചത്, അവസാനം അല്ല എന്ന് കണ്ടെത്തിയാലോ എന്ന്. അപ്പോൾ എന്ത് അതിൻ്റെ മറുപടി എന്താ? അങ്ങനെ ഒരു മുസ്ലിമിനെ ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസപരമായ കാര്യത്തിൽ സംശയം വരികയോ മറുവശത്തേക്ക് പോകുന്ന അവസ്ഥ വരികയോ ചെയ്താൽ വിശ്വാസപരമായ കാര്യങ്ങൾ നന്നായി സമർത്ഥിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയുന്ന പണ്ഡിതരെ സമീപിച്ച് അതിന് പരിഹാരം കാണൽ നിർബന്ധമാണ്. അല്ലാതെ എനിക്ക് ഇജ്തിഹാദ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ലഭിച്ചത് അതുകൊണ്ട് ഞാൻ അതാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമാകൂല. അതുകൊണ്ടാണ് തഖ്ലീദ് ചെയ്താലും ഉറച്ച ദൃഢവിശ്വാസം ഉണ്ടെങ്കിൽ ആൾ മുസ്ലിമാണെന്ന് പറഞ്ഞു. പക്ഷേ ഏത് മുസ്ലിമിനോ അല്ലെങ്കിൽ പുറത്തുള്ളവർക്കോ സത്യമായി ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസത്തിൽ സംശയമുണ്ടെങ്കിൽ, അഭിനയമല്ല സംശയം ഉണ്ടെങ്കിൽ, അത് തീർത്തു കൊടുക്കാവുന്ന വിധം പഠനം നടത്തൽ ഫർള് കിഫയാണ്. അത് തീർത്തു കൊടുക്കാവുന്ന പണ്ഡിതന്മാർ ഏത് കാലത്തുണ്ടാവണം, ഉണ്ടാവും. ഇനി നമുക്ക് അറിയേണ്ടത് ഇത്തരം വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടിയും കർമ്മപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും അറിയാനും ഇസ്ലാമിക വിഷയങ്ങളെ കൂടുതൽ പഠിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ വ്യത്യസ്ത തഫ്സീറുകൾ, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ താരീഖ്, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മുത്താല ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സ്ഖലിതങ്ങൾ സംഭവിക്കാനുള്ള കാരണങ്ങൾ അവിടങ്ങളിലൊക്കെ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. എന്താണ് നമ്മൾ ഒരു രീതിശാസ്ത്രം ഇത്തരം ഗ്രന്ഥങ്ങളെ പരതുന്നിടത്ത് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഏത് കൊള്ളും, ഏത് തള്ളും? ഇവിടെ ഇപ്പോൾ നമ്മൾ തഫ്സീറുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ആ വായനയിൽ സ്വീകരിക്കേണ്ട ഒരു രീതിശാസ്ത്രം അല്ലെങ്കിൽ നമ്മൾ ഏതാണ് തള്ളേണ്ടത് കൊള്ളേണ്ടത് എന്നാണ്. ആദ്യം ചെറിയ തോതിൽ ഞാൻ പറയാം. അതേതെങ്കിലും ഒരു നിശ്ചിത കിതാബുകളുടെ പേര് പറഞ്ഞ് ഇന്ന കിതാബുകൾ തള്ളേണ്ടത്, ഇന്ന കിതാബുകൾ കൊള്ളേണ്ടത് എന്ന ഒരു മറുപടി, ആ ഉത്തരത്തിൻ്റെ പൂർണ്ണ മറുപടിയല്ല. ഞാൻ ഏതായാലും ആ രീതിയിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇൻഷാല്ലാ മറ്റൊരു വിഷയം ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു അഹ്ലുസുന്നയുടെ ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നയുടെ റൂട്ട് നമ്മൾ പറഞ്ഞു. മുസ്ലിം ആവാൻ മൗലികമായ വിശ്വാസങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ബില്ലറൂറയായി അറിയപ്പെട്ടത് നമ്മുടെ മുന്നിൽ ഉണ്ട്. അതാണ് വിശ്വസിക്കേണ്ടത്.
ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അള്ളാഹു ആലിമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ബില്ലറൂറ അല്ലെങ്കിൽ പോലും മറ്റു വിശ്വാസപരമായ രീതിയിൽ നമ്മൾ എന്താണ് ഇസ്ലാമിൽ വിശ്വസിക്കേണ്ടത്, പ്രതിഫലാർഹമായ സ്വീകാര്യമായ വിശ്വാസം എന്താണ്, അത് മാ അനാലൈഹി വസ്ഹാബി എന്ന് പറഞ്ഞ പിൻകാലത്ത് അശ്അരിയും മാതുരിദിയും വിശദീകരിച്ച ആ അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് എന്നും ഞാൻ നേരത്തെ പറഞ്ഞു. കർമ്മപരമായ കാര്യങ്ങളിൽ യോഗ്യരായ ഇമാമുകൾ, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഇജ്തിഹാദിൻ്റെ യോഗ്യതയുണ്ട് എന്ന് മുസ്ലിം ലോകത്താർക്കും തർക്കമില്ല. ആ യോഗ്യരായ മുജ്തഹിദുകൾ ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ വിവിധ വ്യാഖ്യാനങ്ങളാണ് മദ്ഹബുകൾ. അതിൻ്റെ രീതിയും നമ്മൾ പറഞ്ഞു. ഈ ഒരു അടിസ്ഥാനം നാം മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. പിന്നെയുള്ളത് ഏതൊരു വിഷയത്തിലും താഴെ വിശദീകരിക്കാം. ഏതൊരു വിഷയത്തിലും ഏതൊരു പ്രശ്നത്തെ സമീപിക്കുമ്പോഴും അതാത് പ്രശ്നങ്ങളിൽ അതാത് വിഷയങ്ങളിൽ കൂടുതൽ പ്രാമാണികമായ, അത് ചരിത്രപരമായ കാരണങ്ങളുണ്ടാവും, കൂടുതൽ പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ ഏതാണ് അത് കണ്ടെത്തണം എന്ന ഒരു മർമ്മവും നമുക്ക് വേണം. ഇപ്പോൾ തഫ്സീറുകളിൽ ഞാൻ കിതാബിൻ്റെ പേര് പറയാനല്ല ഉദ്ദേശം, അടിസ്ഥാന വായനയുടെ രീതി ഞാൻ പറഞ്ഞു. മുസ്ലിമാവാൻ വിശ്വസിക്കേണ്ട മൗലികമായ വിശ്വാസങ്ങൾ ഇന്നതാണ്. അതിപ്പോൾ ഒരു കിതാബ് നോക്കേണ്ട കാര്യമല്ല, ബില്ലറൂറ അറിയപ്പെട്ടതുണ്ട്. വളരെ ഉള്ളിക്കാൻ കടന്നു ചെല്ലുന്നില്ല. പിന്നെ അഹ്ലുൽ ബിദഅയിൽ നിന്ന് വേർതിരിയുന്ന അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണ്? ഇമാം അശ്അരി മാതുരീദി കൃത്യമായി ഇസ്ലാമിക പാരമ്പര്യത്തിലൂടെയുള്ള വിശ്വാസം നമ്മുടെ മുന്നിലുണ്ട്. അതന്നെ വിശ്വസിക്കണം. അതിന് എതിർന്നൊരു കിതാബ് പറഞ്ഞാലോ ഒന്ന് സ്വീകാര്യമല്ല. അത് ഇതിമോക്ക് വിരുദ്ധമല്ലെങ്കിൽ വിരുദ്ധമല്ലാതെ ഉൾക്കൊള്ളാം, വിരുദ്ധമാണെങ്കിൽ മാറ്റിവെച്ചേ പറ്റൂ. കർമ്മപരമായ കാര്യങ്ങളിലോ ഞാൻ നേരത്തെ പറഞ്ഞ ഫിഖഹിൻ്റെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ വ്യാഖ്യാനങ്ങൾക്ക് ഇടമുള്ളതാണ്, ഇജ്തിഹാദിലൂടെ കണ്ടെത്തുന്നതാണ്, യോഗ്യരായ മുജ്തഹിദുകൾ കണ്ടെത്തിയത്. അതിൻ്റെ റാജിഹും മർജൂഹും വേർതിരിക്കുന്ന ഈ തെർജീഹുണ്ട്. അത് ആ രീതിയിലും ഉൾക്കൊള്ളണം. മൊത്തത്തിലൊരു മുത്തഅല്ലിമിന് അല്ലെങ്കിൽ ഒരു പഠിതാവിന് വേണ്ടത് ഓരോ വിഷയത്തെയും ഈ ഉസൂല് നഷ്ടപ്പെടാതെ അത് ആ ഒരു ബോധ്യത്തോടു കൂടി ചരിത്ര വസ്തുതകൾ അന്വേഷിച്ചുകൊണ്ട് മുൻകാല പണ്ഡിതരുടെ സമീപന രീതികളും കീഴ്വഴക്കങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിലും കൂടുതൽ മുൻഗണനയുള്ള ഗ്രന്ഥങ്ങൾ വായന നടത്തുക എന്നതാണ് അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതികൾ. നിലവിൽ പ്രഭാഷകരും എഴുത്തുകാരൊക്കെ ഏതെങ്കിലുമൊക്കെ തഫ്സീറുകളെ അവലംബിച്ച് അവർക്ക് മനസ്സിലാവുന്ന വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഗരീബായി കാണുന്ന കൗതുകം തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റുമോ? അത് മറ്റുള്ള ആളുകളെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ വിഷയത്തിൻ്റെ ഒരു തുടർച്ചയാണത്. തഫ്സീർ ഗ്രന്ഥങ്ങളായാലും ചരിത്ര ഗ്രന്ഥങ്ങളായാലും ഇനി അതല്ല നസീഹത്ത് വയല് രീതി സ്വീകരിക്കുന്ന ഗ്രന്ഥങ്ങളായാലും അതിൽ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ എല്ലാം വിശ്വസിക്കേണ്ടതോ, എല്ലാം പ്രചരിപ്പിക്കേണ്ടതാണോ, എല്ലാം പ്രചരിപ്പിക്കാവുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ, ഏതായാലും ഗ്രന്ഥങ്ങളിൽ അത് തഫ്സീർ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലായാലും ചരിത്ര ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലായാലും നസാഇഹി മവാഇദ് പോലുള്ള ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലായാലും ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് എല്ലാം വിശ്വസിക്കേണ്ടതാണ് എന്നില്ല. ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതെല്ലാം, ഗ്രന്ഥങ്ങൾ എന്നത് അറബിയിൽ പറയുമ്പോൾ കിതാബുകൾ എന്നാവും, കിതാബുകളിൽ പറഞ്ഞതെല്ലാം പ്രചരിപ്പിക്കേണ്ടതാണ്, അതല്ലെങ്കിൽ അതൊക്കെ പ്രചരിപ്പിക്കാവുന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു മൗലിക വിശ്വാസത്തിൻ്റെ റൂട്ടുണ്ട് ലറൂരിയായി അറിയപ്പെട്ടത്. അതിൽ പുറമെയുള്ള അതിൻ്റെ താഴെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളിലൊരു റൂട്ടുണ്ട് അഹ്ലുസുന്നയുടെ ഇജ്മാ ഉള്ളത്. മുബ്തദി എന്ന് പറഞ്ഞാൽ തന്നെ വൽ മുബ്തദിയു മൻ യതഖദ ഖിലാഫ മാ അജ്മ അലൈഹി അഹ്ലുസുന്ന എന്നും നിർവചിക്കപ്പെട്ടത് കാണും. അഹ്ലുസുന്നയുടെ ഇജ്മാന് വിരുദ്ധമായ വിശ്വാസം. ഈ അടിസ്ഥാന വിശ്വാസത്തിനും അഹ്ലുസുന്നയുടെ വിശ്വാസത്തിനൊക്കെ വിരുദ്ധമായ പരാമർശങ്ങൾ കിതാബുകളിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഇതിന് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും കഴിയും. ചിലത് അങ്ങനെ തന്നെ ആയിരിക്കും അത്, എന്നാൽ അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ചിലതൊക്കെ അതിന് വിരുദ്ധമായതുണ്ടാവാം.
അത് വിശ്വസിക്കാൻ പാടില്ല എന്നല്ല, അത് തെറ്റാണെന്ന് വിശ്വസിക്കൽ നിർബന്ധം. എല്ലാം വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ ഏതായാലും എല്ലാം വിശ്വസിക്കാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ ഇതിനൊന്നും ഒരു അസിലില്ല. ഞാൻ അസിലുണ്ടാക്കിയിട്ട് എൻ്റെ സംസാരം നിർത്തുള്ളൂ. എന്നാൽ അസിലുള്ളത് ബോധ്യപ്പെടുത്തിയിട്ട് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്നെ തുഹഫയുടെ ആമുഖത്തിൽ പറഞ്ഞത് കാണാം. റസൂലിൻ്റെ ഔസാഫുകൾ, ഒരു റസൂലിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട സിഫാത്തുകളും യോഗ്യതകളും വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു. അത് മൗലിക വിശ്വാസത്തിൻ്റെ ഭാഗമാണ് റിസാലത്തിലുള്ള വിശ്വാസം. ആ ചർച്ച അവസാനിക്കാവുന്ന സമയത്ത് മൂപ്പര് കുറിച്ചിട്ടിട്ടുണ്ട്. ഫീ ബഅദി കുതുബി തവാരീഖി വത്തഫാസീർ, ചില ചരിത്ര ഗ്രന്ഥങ്ങളിലും ചില തഫ്സീർ ഗ്രന്ഥങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. മാ യുനാഫി മാ ദക്കർനാഹു മിന ശുറൂത്തി, ഷുറൂത്തുൽ റിസാലത്തിൽ നാം നേരത്തെ പറഞ്ഞ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ, പരാമർശങ്ങൾ ചില ചരിത്ര ഗ്രന്ഥങ്ങളിലും ചില തഫ്സീർ ഗ്രന്ഥങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. വഹുവ തഖവ്വുലുൻ ലാ അസ്ല ലഹു, ഒരിക്കലും അത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിന്തുണയുള്ളതല്ല. അത് വിശ്വസിക്കാൻ പാടില്ല എന്നല്ല അവർ പറഞ്ഞത്, മറിച്ച് ഫവജബ ഇഅ്തിഖാദു ഖിലാഫി, അത് വിശ്വസിച്ചുകൂടാന്നല്ല, അതിന് മറുവശം വിശ്വസിക്കൽ നിർബന്ധമാണ്. അപ്പോൾ തഫ്സീർ ഗ്രന്ഥങ്ങളിലോ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത് എല്ലാം വിശ്വസിക്കാവുന്നതല്ല, എല്ലാം പ്രചരിപ്പിക്കേണ്ടതുമല്ല. ഒരിത്തിരി വിശദീകരിക്കണം, ആശയക്കുഴപ്പം വരരുതല്ലോ. ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത്ഖാനിലും തബഖാത്തുൽ മുഫസ്സിരീങ്ങളുടെ ഒരു റൂട്ടും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും വിശദീകരിച്ചുകൊണ്ട് വളരെ ദീർഘമായി എഴുതിയിട്ട് ആ നാൾവഴികൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നിടത്ത് കാണാം. സുമ്മ അല്ലഫ ഫി തഫാസീരി ഖലായിഖു, പിൻകാലത്ത് പലരും തഫ്സീർ ഗ്രന്ഥങ്ങളുടെ രചന നടത്തിയിട്ടുണ്ട്. അത് ചിലർ ഹ്രസ്വമായ രീതി സ്വീകരിക്കുകയും ചില ഹദീസുകൾ രേഖപ്പെടുത്തുമ്പോൾ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരുടെ ശൃംഖല വിശദീകരിക്കാതെ, നമ്മുടെ ഭാഷയിൽ സനദ് വിശദീകരിക്കാതെ ആ ഹദീസ് മാത്രം കൊടുക്കുന്ന ഒരു രീതി ഇങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങി ചിലർ. ആ ഒരു രീതിയിൽ ഫദഖലഹുനദ്ദഖീലു, ഇങ്ങനെ വന്നപ്പോൾ ചിലത് അടിസ്ഥാനമില്ലാത്തത് തഫ്സീറുകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതൊന്നും ഇസ്ലാമിൻ്റെ മൗലികതയെ ബാധിക്കൂല, ഞാൻ പറയാൻ പോവുകയാണ്. ചില ദഖീൽ, അതാണ് ആ ദഖീലു ഫി തഫാസീർ എന്ന് പറയുന്ന ഒരു സംഗതി, തഫാസീറുകളിൽ ചിലത് കടന്നുകൂടി. വൽതബസ സ്വഹീഹു ബിൽ അലീലി, പ്രാമാണികമായതും അല്ലാത്തതും ചിലത് കൂടിക്കലർന്നു. ചിലർ പിന്നെ സ്വതന്ത്രമായി അങ്ങനെ രചന നടത്താൻ തുടങ്ങി. ചില പണ്ഡിതർ അവരുടെ മനസ്സിൽ അവർക്ക് ശരിയാകുന്നതെന്ന് തോന്നുന്ന ആശയങ്ങളെല്ലാം രേഖപ്പെടുത്താൻ തുടങ്ങി. ഈ ഒരു രീതി വന്നു. പിൻകാലത്ത് പിന്നെ ചിലരെന്ത് ചെയ്തു, ഗ്രന്ഥരചന നടത്തുമ്പോൾ നേരത്തെ ഒരു ഗ്രന്ഥത്തിൽ കണ്ടതുകൊണ്ട് അതിനൊരു അസിലുണ്ടാകുമല്ലോ എന്ന നിലയ്ക്ക് അതിൽ കൂടുതൽ പഠനം നടത്താതെ പിൻകാലത്ത് അത് രേഖപ്പെടുത്താനും തുടങ്ങി. അതുകൊണ്ട് അതിലേക്കൊന്നും പോകാതെ തഫാസീറുകളുടെ പ്രാമാണിക സ്വഭാവം മനസ്സിലാക്കി തന്നെ സ്വീകരിക്കാൻ പാടുള്ളൂ. തഫാസീറിൽ കാണുന്നത് മുഴുവനും വിശ്വസിക്കേണ്ടതോ പ്രചരിപ്പിക്കേണ്ടതോ അല്ല എന്ന് ഇമാം സുയൂത്തി അൽ-ഇത്ഖാൻ അൻ-നൗഉ സമാനൂന ഫീ തബഖാത്തുൽ മുഫസ്സിർ അവിടെ പറയുന്നുണ്ട്. പേജ് നമ്പറൊന്നും ഞാൻ പറയുന്നില്ല. നൗഉ സമാനൂൻ. ഇനി അവിടെയും അത് സംഭവിക്കാനുള്ള ചില ചരിത്ര കാരണങ്ങളുണ്ട്. ഹദീസിലുള്ളതുപോലെ സിന്ദീഖീങ്ങൾ, മുനാഫിഖീങ്ങൾ, അല്ലെങ്കിൽ ഉള്ളിൽ ശരിയായ വിശ്വാസമല്ലാതെ മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെ നശിപ്പിക്കണം, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മനസ്സിൽ നിന്ന് വിശ്വാസം നശിപ്പിക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട് ചില ആളുകൾ മുസ്ലിം സമുദായത്തിൽ കടന്നുകൂടുകയും മറ്റും ചെയ്തവർ അങ്ങനെ ചില കൈക്രിയകൾ അതിൽ നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ചില രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അഹ്ലുസുന്നയോട് വിരുദ്ധമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന അഹ്ലുൽ ബിദ്അ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുകൊണ്ട് ചില വ്യാജ നിർമ്മിതികൾ ഇസ്ലാമിൻ്റെ പേരിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. മറ്റ് ചിലർ ഖുസ്സാസു, കിസ്സ പറയുന്ന ആളുകൾക്ക് നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ അത്ഭുതങ്ങൾ പറയാനൊരു താല്പര്യമാണ്. നുസഹത്ത് മജാലിസ് പോലത്തെ കിതാബുകൾ, അത്ഭുതങ്ങളിങ്ങനെ പറയാനൊരു താല്പര്യം എന്നാണ്. ആരും കേൾക്കാത്തത് എന്തെങ്കിലും കണ്ടെത്തി പറയണം. ദുറത്തുൻ നാസിഹീൻ, അതെ, ധാരാളമുണ്ട്. ഈ ഒരു രീതിയിൽ കിസ്സ പറയുന്നവരുടെ ഭാഗമായി അങ്ങനെ ചിലത് കടന്നുകൂടിയിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ആളുകളെ നന്മയിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ ചില വ്യാജ ഹദീസുകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു തെറ്റായ ധാരണയുള്ളവരും ഉണ്ടായിരുന്നു. ഇതൊക്കെ തുടങ്ങിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും സഹീം. പിന്നെ ചിലർ, ഒന്നും കൂടി പറയാം, ഞാനിതിൻ്റെ അവസാനം കൂടി പറഞ്ഞ് ഈ വിഷയം ചുരുക്കും. അതിൽ ഒറ്റ കാര്യം കൂടി പറയാനുള്ളത്,
ചില ആളുകൾ ചില ഗ്രന്ഥകാരൻ ചിലപ്പോൾ ആള് നല്ല സ്വാലിഹ മനുഷ്യനായിരിക്കും. ഇബ്നു അറബി തങ്ങളെ പോലെ നല്ല സ്വാലിഹ മനുഷ്യനാണ്. ഞാൻ ഇബ്നു അറബി തങ്ങളെ ഗ്രന്ഥങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകം തന്നെ പരാമർശിക്കാം. ചിലപ്പോൾ നല്ല സ്വാലിഹ മനുഷ്യനാകും, ദുആ ചെയ്യിപ്പിക്കാൻ പറ്റിയ ആളാകും, നല്ല ആബിദാകും, വിവാദത്തിൽ വലിയ ശ്രദ്ധയുള്ള ആളാകും, നല്ല ഉള്ള ആളാകും. പക്ഷേ ഒരു ഹദീസ് പ്രാമാണികമാണോ അല്ല എന്ന് വേർതിരിക്കേണ്ട ആ തത്വങ്ങൾ അവർക്കൊരു പക്ഷേ അറിഞ്ഞുകൊള്ളണമെന്നില്ല. സ്വാലിഹീങ്ങളൊക്കെ പണ്ഡിതന്മാരാവണമെന്നില്ല. പിന്നെ ചിലർ അവരുടെ ഹൃദയ ശുദ്ധിയുടെ ഭാഗമായി കാല റസൂലുള്ളാഹി എന്ന് ആര് പറഞ്ഞാലും ഓർക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. അപ്പോൾ അവരതൊക്കെ രേഖപ്പെടുത്തും. കാരണം ഒരു റസൂല പറഞ്ഞതല്ലേ എന്ന് കരുതും. അതുകൊണ്ടാണ് സ്വഹീഹ് മുസ്ലിമിൻ്റെ തന്നെ ഈ സെഷൻ ഇവിടെ തീരാൻ പോവുകയാണ്. സ്വഹീഹ് മുസ്ലിമിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാം ഒരു ഭാഗം. ഹമ്മാദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഷെയ്ഖിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പോയ ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ ആ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ മൂപ്പര് പറയാണ്, നഅം ഇന്നഹു യജീഉ ബി അഷിയാ വറായിബ. മൂപ്പർക്ക് നല്ല പുതുമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഉസ്താദൊന്നും പറഞ്ഞു തരാത്ത, നമ്മളെ സാധാരണ പല ഉസ്താദന്മാരെടുത്തൊന്നും കിട്ടിയിട്ടില്ലാത്ത പല കാര്യം എനിക്ക് അവിടുന്ന് കിട്ടാനുണ്ട്. അപ്പോൾ തന്നെ പ്രമുഖ മുഹദ്ദിസായ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ നഫിറു മിൻ തിൽക്കൽ വറായിബി. ഞങ്ങൾക്ക് അത്തര വറായിബുകളെയാണ് പേടി. ഈ പുതുമകൾ പറയുന്നവരെയാണ് ഞങ്ങൾക്ക് പേടി. കാരണം ഈ പുതുമകൾ പറയുന്നതൊക്കെ പലതും പ്രമാണത്തിന് വിധേയമല്ല. ഒന്നും കൂടി ഞാൻ പറയണം. സഹീഹ് മുസ്ലിമിൻ്റെ ആമുഖത്തിൽ പറയാണ്, യഹ്യ ബിൻ സഈദ് അൽ ഖത്താൻ റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഗതി, ലം നറ സ്വാലിഹീന ഫീ ഷൈഇൻ അക്ദബ മിൻഹും ഫിൽ ഹദീസ്. സ്വാലിഹീങ്ങളടുത്ത് ഹദീസുമായി ബന്ധപ്പെട്ട് ധാരാളം കളവ് സംഭവിക്കുന്നുണ്ട്. വ്യാഖ്യാനിക്കേണ്ട ഭാഗമാണ്. പദത്തിൻ്റെ നേരെ അർത്ഥം ഞാൻ പറയണ്ട. ലം നറ സ്വാലിഹീന ഫീ ഷൈഇൻ അക്ദബ മിൻഹും ഫിൽ ഹദീസ്. ലം നറ സ്വാലിഹീന ഫീ ഷൈഇൻ അക്ദബ മിൻഹും ഫിൽ ഹദീസ്. ഒറ്റടിക്ക് അർത്ഥം വെക്കുമ്പോൾ സ്വാലിഹീങ്ങളുടെ അടുത്ത് ഹദീസുകളിൽ ധാരാളം കളവ് സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങൾ കളവ് പറയും എന്നല്ല അതിൻ്റെ അർത്ഥം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി തന്നെ വിശദീകരിച്ചു, യജിരിൽ കിദ്ബു അലാ ലിസാനിഹിം വലാ യതഅമ്മദൂനൽ കിദ്ബ. അവർ ബോധപൂർവം കളവ് പറയുകയല്ല, പക്ഷെ അവരുടെ നാവിലൂടെ ചിലപ്പോൾ വാസ്തവവിരുദ്ധമായ പരാമർശങ്ങൾ സംഭവിക്കാറുണ്ട്. എന്തേ കാരണം? അതായത് നേരത്തെ പറഞ്ഞ ആൾ സ്വാലിഹാണ്, മഹാനാണ്, സൂക്ഷ്മതയുള്ള ആളാണ്. പക്ഷേ ഹദീസ് സഹീഹും ദഈഫും വേർതിരിക്കേണ്ട പ്രമാണങ്ങളെക്കുറിച്ച് പരിചയമോ അറിവോ ഇല്ലാതിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് പറയുന്നവരെയൊക്കെ അങ്ങ് വിശ്വസിക്കുന്നത് കൊണ്ട് ആരോ ഒരാൾ വന്നിട്ട് കാല റസൂലുള്ളാഹി എന്നാണ് ഇപ്പോൾ വലിയ ഇഷ്ടമായി, അപ്പോൾ അത് കാല റസൂലുള്ളാഹി എന്നിട്ട് കിതാബിൽ രേഖപ്പെടുത്തും. അപ്പം നമ്മൾക്ക് അംഗീകരിക്കാവുന്ന സ്വാലിഹീങ്ങളും സ്വാദികരുമായവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ചിലപ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങൾ കൊണ്ട് വാസ്തവവിരുദ്ധമായ സംഗതികൾ സംഭവിച്ചിട്ടുണ്ട്, സംഭവിക്കാൻ ധാരാളം ഇടയുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി സ്വഹീഹ് മുസ്ലിമിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതാണ് ഞാൻ വായിച്ചത്, യജിരിൽ കിദ്ബു അലാ ലിസാനിഹിം വലാ യതഅമ്മദൂനൽ കിദ്ബ. അതുകൊണ്ട് ഏത് കിതാബിലുള്ളതും പൂർണ്ണമായി എല്ലാം വിശ്വസിക്കാവുന്നതും പ്രചരിപ്പിക്കാവുന്നതെന്ന് പറയാൻ പറ്റില്ല. ചോദ്യം അതാണല്ലോ. അപ്പോൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും കാണുന്നത് മുഴുവൻ വിളിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടതല്ല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാന വിഷയങ്ങൾക്ക് വിധേയമായതേ നമ്മൾ വിശ്വസിക്കാവൂ, അംഗീകരിക്കാവൂ, പ്രചരിപ്പാവും. ഇത് പറയുമ്പോൾ മുതഅല്ലിങ്ങൾക്ക് എന്ത് വരരുത്? ചിലപ്പോൾ ഇതിപ്പോൾ തഫ്സീറുകളിലും താരീഖിലൊക്കെ പലതും അതുണ്ടുല്ലേ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ രീതിയൊക്കെ നഷ്ടപ്പെട്ടില്ലെന്ന് കരുതണ്ട. സത്യത്തിൽ ഈ ഉമ്മത്ത് മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ റഹ്മത്ത് അല്ലാഹു ചെയ്ത ഉമ്മത്താണ്. വലിയ ഹിഫ്ളും ഈ ഉമ്മത്തിനുണ്ട്. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ ദീന് കൃത്യമായി നിലനിൽക്കാനും ദീനിൽ വെള്ളം ചേർക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതിരിക്കാനും വേണ്ടി അള്ളാഹു പ്രത്യേകം ഏർപ്പെടുത്തിയ റഹ്മത്തുണ്ട്. അത് ഏതെങ്കിലും ഒരാളുടെ ഗ്രന്ഥങ്ങളിലോ പരാമർശങ്ങളിലോ അടിസ്ഥാനപരമായ അഹ്ലുസുന്നയുടെ ഉസൂലിന് വിധേയമല്ലാത്തൊരു സംഗതി വന്നാൽ തെവീലും വ്യാഖ്യാനവും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ആവും. അല്ലെങ്കിൽ അത് തെറ്റാണ്, സ്വീകരിക്കാൻ പറ്റൂല എന്ന് ഇമാമുകൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടാകും. തഫ്സീറും ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതെല്ലാം വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളുടെ ഒക്കെ സ്വഭാവം അതാണ്, പലതിലും വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട് എന്നുള്ളിടത്തേക്ക് പോയിട്ട് അബദ്ധത്തിൽ വീണ് പോകരുത്. അങ്ങനെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ അപൂർവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും
ഈ ഉമ്മത്തിനും അഹ്ലുസുന്നക്കും അള്ളാഹു ചെയ്ത റഹ്മത്തും ഹിഫ്ളും എത്ര വലിയവരാണ് എന്ന ആളുകൾ ധരിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ സംസാരങ്ങളിലോ പരാമർശങ്ങളിലോ നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കും ഇസ്ലാമിക പ്രമാണങ്ങൾക്കും വിരുദ്ധമായത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെട്ടിട്ടുണ്ടാകും. അത് ശരിയല്ല എന്ന് മറ്റ് കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഉസൂൽ വെച്ചുകൊണ്ടാണ് നാം ഗ്രന്ഥങ്ങൾ നോക്കേണ്ടത്. ഞാൻ ആ വിഷയം മാത്രം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വളരെ പ്രധാനമായി പറയാണ്. വബി ഹാദല്ലദീ ഉത്ഹിഫത്ത് ബിഹി ഹാദിഹിൽ ഉമ്മത്തു മിൻ ആദിമി സുകൂത്തി അഹദിൻ മിൻഹും അലാ ഖലലിൻ റആഹു ഫി വൈരിഹി ഹഫിളല്ലാഹു ഹാദിഹി ശരീഅത മിനത് തഗ്യീരി വത്തബ്ദീലി ഫകാനത് മഅസൂമത്തൻ അനിൽ ഖതഇ വകാന ഇജ്മാഉഹാ ഹുജ്ജ. ഈ ഉമ്മത്തിൽ ആരുടെ ഗ്രന്ഥങ്ങളിലാണെങ്കിലും നമ്മുടെ അഹ്ലുസുന്നയുടെ അടിസ്ഥാന വിശ്വാസത്തിന് വിരുദ്ധമായതുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങൾ ബോധ്യപ്പെടുത്തി വിശദീകരിക്കാൻ കഴിയുന്നവർ വിശദീകരിക്കും. അല്ലെങ്കിൽ യാതൊരു അർത്ഥസങ്കടയും ഇല്ലാത്ത വിധം അത് ബാത്തിലാണ്, തെറ്റാണ് എന്ന് പറയാൻ ഈ ഉമ്മത്തിൽ തന്നെ ഇമാമുകൾ മുന്നോട്ട് വരും. ആ തെറ്റ് തിരുത്തപ്പെടും. തെറ്റായി ഇവിടെ ദീനായി വിശ്വസിക്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകില്ല. അത് ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്നും അത് ദീനിൻ്റെ ഹിഫ്ളാണ് എന്നും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഖുർറത്തുൽ ഐനിലും മറ്റ് ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അപ്പോൾ കിതാബുകളൊക്കെ നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ദുർറത്തുൻ നാസിഹിലും പിന്നെ നുസ്ഹത്തുൽ മജാലിസ് ഒക്കെ പറഞ്ഞു. അത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം അങ്ങനെയുണ്ട്. നുസ്ഹത്തുൽ മജാലിസ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കുറേ സ്വഹീഹും കുറേ ബാത്തിലും കൂടിക്കലരുകയും ഏതാണ് പ്രമാണത്തിന് വിധേയമായത് എന്നൊന്നും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത രൂപമുള്ളത് കൊണ്ട് അത്തരം ഗ്രന്ഥങ്ങളൊക്കെ മുത്താല ചെയ്യലും ഉപയോഗപ്പെടുത്തലും വരെ തെറ്റാണ് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ ചില ഫത്വകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ അൽ ഫവായിദുൽ മക്കിയിൽ വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദ്യത്തിൽ ഉദ്ധരിച്ച ചില ഗ്രന്ഥങ്ങളുടെ തന്നെ ഹദീസുകളെക്കുറിച്ച് ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്ത് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ചില ഹദീസുകളൊക്കെ പറഞ്ഞാൽ ഇത് അസിലുള്ളതാണ്, ബാക്കി അതിലുള്ള ഹദീസുകൾക്കൊന്നും അസിലില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയത് ഉണ്ട്. ഇനി ഇബ്നു അറബി തങ്ങളുടെ അപ്പോൾ പിന്നെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥങ്ങളുടെ വായനയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മർമ്മമുത്താലങ്ങൾ ശ്രദ്ധിക്കണം. ചില തഫ്സീർ ഗ്രന്ഥങ്ങളിലോ ചില താരീഖ് ഗ്രന്ഥങ്ങളിലുള്ള എല്ലാ പരാമർശവും പറയാവുന്നതല്ല. ചിലതിലൊക്കെ ചില അബദ്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഒരിക്കലും അത് ബാധിക്കൂല, ഇസ്ലാമിനെ തന്നെ അത് ബാധിക്കൂല. കാരണം ആരുടെ അടുക്കലും അഹ്ലുസുന്നയുടെ വിശ്വാസത്തിനും അടിസ്ഥാനത്തിനും വിരുദ്ധമായതുണ്ടെങ്കിൽ അത് കൃത്യമായി നമ്മുടെ ഇമാമുകൾ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കിതാബുകൾ വായിക്കുമ്പോൾ കാണും. ഒരു കിതാബിൽ പറഞ്ഞ ഇന്ന കിതാബിൽ ഇങ്ങനെയുണ്ട്, അത് ബാത്തിലാണ്, അതിമ പെട്ടുപോകരുത് എന്ന് പ്രാമാണികരായ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾക്കൊരു ഉസൂലുണ്ട്, ഏത് കിതാബിൽ എഴുതി വെച്ചത് പറയാനല്ല, ആ ഉസൂലിന് വിരുദ്ധമായത് പറയാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. ആ ഉസൂലിനനുസരിച്ച് തെവീൽ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യാം, അല്ലാത്തത് തള്ളണം. അത് നമ്മുടെ വള്ളകയിൽ തള്ളേണ്ടതില്ല. കഴിഞ്ഞ കാല രചനകളിൽ എവിടെയെങ്കിലും നമ്മുടെ ഉസൂലിനും പ്രമാണങ്ങൾക്കും വിരുദ്ധമായത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തലമുറയിലെ മഹാന്മാരായ ഇമാമുകൾ തന്നെ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് തെറ്റാണെന്ന് പ്രാമാണികമായി ഗണ്ണിച്ചിട്ടുമുണ്ട്. കിതാബ് വായിക്കുന്നവർ അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. മുഹ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഷെയ്ഖ് മുഹ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണെന്നും മിൻ ഔലിയാഹില്ലാഹി തആല അൽ ആരിഫീനും വലിയ മഹാത്മ്യമുള്ള നമ്മൾ അംഗീകൃതരായ ഇമാമുകളും സൂഫിയാക്കളിലും ഔലിയാക്കളിലും പെട്ടവരാണ് എന്നതാണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് നമ്മുടെ കിതാബുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഫത്താവൽ ഹദീസിൽ ഇബ്നു ഹജർ തങ്ങൾ തന്നെ ആ കാര്യം ആവർത്തിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇബാറത്തുകൾ വായിക്കുന്നില്ല. അതേസമയം അമ്മാ മുത്താലഅത്തു കുതുബിഹി ഫയംബഗി ലിൽ ഇൻസാനി അൻ യഅരിള അൻഹാ ഫഇന്നഹാ മുഷ്തമിലത്തുൻ അലാ ഹഖായിഖ യഅ്സുറു ഫഹ്മുഹാ ഇല്ലാ അലൽ ആരിഫീൻ അൽ മുത്ലിഈൻ അലാ ഹഖായിഖിൽ മആരിഫി. അവരുടെ ഗ്രന്ഥങ്ങളിൽ സാധാരണ ഒരു രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത അത്തരം വിഷയത്തിൽ വളരെ ഉയർന്നവർക്ക് മാത്രം മനസ്സിലാക്കാവുന്ന കുറേ സംഗതികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന് പുറമെ അവരുടെയൊക്കെ ഇസ്തിലാഹുകൾക്കും അവരുടെ ഇടയിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷകളും ഉപയോഗിച്ച കുറേ സംഗതികൾ അതിലുണ്ട്. അതിൻ്റെ ബാഹ്യ അർത്ഥങ്ങൾ ഉദ്ദേശം അല്ല എന്ന് വ്യക്തമാണ്.
അത്തരം ഗ്രന്ഥങ്ങൾ അതിൻ്റെതായ ഇസ്തിലാഹകളും രീതികളും അറിയാതെ വായിക്കൽ തന്നെ ഹറാമാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇബ്നുൽ അറബിയുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് എന്താണെന്നാണ് ലാസ്റ്റ് പറഞ്ഞത്. ഫഖദ് സ്വറഹൽ ഇമാമു ഇബ്നുൽ അറബി ബിഹിർമത്തി മുതാലഅത്തി കുതുബിഹിം. കാരണം പിന്നെയും ദീർഘമായി വാർത്തു അമ്മൽ കുത്തുബുൽ മൻസൂബത്തുലഹു, ഇബ്നു അറബി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ് എന്ന് രേഖപ്പെടുത്തിയതിന് ശേഷം അവർ അലൽ ഹക്കാണെന്ന് വിശ്വസിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം വ അമ്മൽ കുത്തുബുൽ മൻസൂബത്തുലഹു ഫൽ ഹഖു അന്നഹു വഖഅ ഫീഹാ മാ യുൻകറു ളാഹിറുഹു വൽ മുഹഖിഖൂന മിൻ മശായിഖിനാ വമൻ ഖബലഹും അലാ തഅവീലി തിൽക്കൽ മുഷ്കിലാത്തി ബിഅന്നഹാ ഖാരിജത്തുൻ ജാരിയത്തുൻ അലസ്തിലാഹിൽ ഖൗമി വലൈസൽ മുറാദു മിൻഹാ ലവാഹിറുഹാ. അപ്പോൾ അവർ മഹാനാണ്. നേരത്തെ പറഞ്ഞ പോലെ മഹാന്മാരുടെ ഗ്രന്ഥരചനകളിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില സംഗതികളുണ്ട്, അവരുടേതായ ഇസ്തിലാഹുകളിൽ മാത്രം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗ്രന്ഥങ്ങൾ മറ്റുള്ളവർ കൈകാര്യം ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ചില ഘട്ടത്തിൽ കുഫറിലേക്ക് വരെ എത്താൻ കാരണമാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുന്നു. വളരെ മർമ്മമായ അഹ്ലുസുന്നയുടെ ഉസൂലുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പരിമിതിയും സമയത്തിൻ്റെ ഒക്കെ പരിമിതി ഉള്ളതുകൊണ്ട് അതിൻ്റെ മർമ്മം മാത്രം വെച്ചതാണ്. ആ ഒരു ഉസൂല് മനസ്സിലാക്കി അത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും.